കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ഇന്നുള്ളത് ഒരു കാലത്ത് ദക്ഷിണ ഇന്ത്യയുടെ നീതിന്യായ തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന തലശ്ശേരിയിലാണ്. തലശ്ശേരി കോടതിയുടെ പരിസരത്താണ്. ഇവിടെ ഞങ്ങൾ തേടി എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ സക്സസ് സ്റ്റോറി ഇന്നത്തെ അതിഥിയായി നമ്മോടൊപ്പം ചേരുന്നത് നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു അഭിഭാഷകനാണ്. എന്ന് പറഞ്ഞാൽ നീതിന്യായ രംഗത്ത് നൂറ്റാണ്ട് അമേരിക്കയിൽ പോയി കേസ് നടത്തിയിട്ടുള്ള ഒരു അഭിഭാഷകൻ. ഈ DNA ആദ്യ DNA പരിശോധനയ്ക്ക് ഉത്തരവ് വാങ്ങിയ കേസ് നടത്തിയ അഭിഭാഷകൻ. DNA ഇന്ത്യയിലെ പിതാവിനെ വിസ്തരിച്ച അഭിഭാഷകൻ. പറയാനേറെയുണ്ട് ഈ അഭിഭാഷകനെ കുറിച്ച്. അദ്ദേഹം ഏതാണ്ട് ഒരു 4ഓളം മുൻ മന്ത്രിമാരായിരുന്ന 4 പേരോടൊപ്പം അവരുടെയൊക്കെ സഹപാഠിയായി തിരുവനന്തപുരം ലോ കോളേജിൽ പഠിക്കുകയും നൂറ്റാണ്ട് കാലം നീതിന്യായ രംഗത്ത് ഇന്നും ഈ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഇന്നും വടക്കേ മലബാറിൽ തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകൻ അഡ്വക്കേറ്റ് OG പ്രേമരാജനോടൊപ്പമാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറിയുടെ സഞ്ചാരം. ഈ നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ കോടതിയുടെ ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് കോടതികളൊക്കെ ഹൈടെക്കായി. ഇന്ന് DNA ഒക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ എല്ലാ കേസിലും കോടതികൾ ഉത്തരവിടുന്നു, നടക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നത്. എന്നാൽ നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ 4.5 പതിറ്റാണ്ട് മുമ്പ് DNA ഉത്തരവിടുകയും അതിന് DNA ഇന്ത്യയിലെ പിതാവിനെ വിസ്തരിക്കുകയും ചെയ്ത ഒരു അഭിഭാഷകൻ എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊരു വിമാന അപകടവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അമേരിക്കയിൽ പോയി കേസ് നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി ചരിത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. പ്രേക്ഷകർക്കും ഒപ്പം OGക്കും. OG, സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു പഴയകാല അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഈ പഴയ കാലത്ത് കുറിച്ച് ചരിത്രം അത്ര പിടിയില്ലാത്ത തലമുറയാണ് വളർന്നു വരുന്നത്. അവരെ നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് സക്സസ് സ്റ്റോറിയുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ട് പിന്നിടുന്ന താങ്കൾ, നിയമരംഗത്ത് പിന്നിടുന്ന താങ്കളിലൂടെ ഒന്ന് സഞ്ചരിക്കാം എന്ന് ഞങ്ങൾ കരുതുന്നു. താങ്കൾ ശരിക്കും എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? കൂത്തുപറമ്പ് തൃക്കണ്ണാപുരം എന്ന് പറയുന്നതാണ് എൻ്റെ തറവാട് വീടായിരുന്നു. എന്താണ് തറവാട്ട് പേര്? ഉദയോത്ത് ഗണപതിയാടൻ. ഉദയോത്ത് ഗണപതിയാടൻ, അതാണ് OG. ഉദയോത്ത് ഗണപതിയാടൻ പ്രേമരാജൻ അല്ലേ? മാതാപിതാക്കൾ? അമ്മ കമലാക്ഷി എന്നായിരുന്നു അമ്മേൻ്റെ പേര്. എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ അമ്മ? ഇല്ല. അച്ഛൻ AK കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് AKGയുടെ അമ്മയുടെ അനുജത്തിയുടെ മകനാണ്. AKGയുടെ അമ്മയുടെ അനുജത്തിയുടെ, അപ്പോൾ AKGയുടെ കുടുംബമാണ് അല്ലേ? അമ്മയുടെ നേരെ അനിയത്തിയുടെ മകനാണ്. നേരെ അനിയത്തിയുടെ മകനാണ്. അപ്പം നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞാൻ ഒറ്റയാണ്. ഏക മകനാണ് മാതാപിതാക്കൾക്ക്. ആ കാലഘട്ടം അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛനൊരു പോസ്റ്റ് മാഷ്, അന്നത്തെ ഈ ടെമ്പററി പോസ്റ്റ് മാഷ് എന്നായിരുന്നു. അങ്ങനെ പോസ്റ്റ് മാഷ് ജോലി ചെയ്തുകൊണ്ട് അച്ഛൻ എല്ലാവരും മാഷ് എന്നാണ് വിളിക്കുക. എനിക്കൊരു പ്രായത്തുമ്പോഴൊക്കെ അങ്ങനെ മാഷെന്ന് വിളിക്കേട്ടതല്ലാതെ അങ്ങനെ ജോലി ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. കർഷകനായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളും കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറമ്പും അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ നോക്കി നടത്ത് അതിൻ്റെ ആദായങ്ങളൊക്കെ എടുത്ത് കഴിയുന്നൊരു രീതിയായിരുന്നു അച്ഛൻ. ഈ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? കൂത്തുപറമ്പ് ഹൈസ്കൂള്, കൂത്തുപറമ്പ് നിർമ്മലി കോളേജ്, PMB സ്കൂൾ കൂത്തുപറമ്പ്. ഈ പ്രാഥമിക വിദ്യാഭ്യാസവും ഒക്കെ നടത്തുന്ന കാലഘട്ടത്തിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ ആ കാലത്ത്, എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ലോ കോളേജിൽ എത്തുന്നവരെ വലിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിർമ്മലി കോളേജിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ? SFI ആയിരുന്നു. വീട്ടുകാരൊക്കെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരായിരുന്നു. വീട്ടുകാർ, അച്ഛൻ നല്ലൊരു കോൺഗ്രസ്സായിരുന്നു. എൻ്റെ വീട്ടുകാരിലൊക്കെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടീൻ്റെ ആൾക്കാരായിരുന്നു. ഒരു PR ടച്ച് ആയിരുന്നു. PR-ൻ്റെ ബന്ധുക്കളുമാണ് എൻ്റെ കാരണവരൊക്കെ. അതെയോ? അപ്പോൾ AKGയുടെയും PR-ൻ്റെയും ബന്ധുക്കളാണ് നിങ്ങൾ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലമാണ്. AKG കണ്ട ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? AKGൻ്റെ കൂടെ ഞാൻ 3-4 ദിവസം സുഖമില്ലാ സമയത്ത് കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള എൻ്റെ ഒരു വലിയ എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. എത്ര വയസ്സുണ്ട് അന്നേരം നിങ്ങൾക്ക്? അന്നേരം ഞാൻ 75 ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. 73 എൻ്റെ ഓർമ്മ. 73-74 AKGയുടെ കൂടെ ഉണ്ടായിരുന്നു.
പക്ഷെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഇല്ലാതിരുന്നപ്പോൾ AKG എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ പോയതാണ്. എന്താണ് AKGയുമായിട്ടുള്ള ആ കാലഘട്ടത്തിലെ ബന്ധത്തേക്ക് എങ്ങനെ ഓർക്കുന്നത്? ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ക്യാരക്ടറാണ്. എന്താണ് കാണുന്ന പോലെയുള്ള റഫ്നെസ് ഒന്നുമില്ല. മൂപ്പർ എന്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തരണം നിർബന്ധമാണ്. ഈ ഉപ്പില്ലാത്ത ഇറച്ചി കഴിക്കും, അതും നമുക്ക് കുറച്ച് വന്നതിന് ശേഷം കഴിക്കുക. അതുപോലെ കർമൂസ്, ഇതില്ലേ പപ്പായ കഴിക്കുമ്പോഴും അതിൽ നിന്നൊരു കഷ്ണം നമുക്ക് എടുത്തു തരും. AKGയുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. പപ്പായ നിർബന്ധം. കാറിലൊരു 4 പപ്പായെങ്കിൽ റിസർവ് വേണ്ടിയിരുന്നു. എപ്പോഴും പപ്പായ കഴിച്ചുകൊണ്ട് മാത്രമല്ല, അത് കാറ് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പപ്പായ കണ്ടിട്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കും. പപ്പായ പറിക്കും. പപ്പായ പറിച്ച് വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്യും. വേറെ എന്തൊക്കെയാണ് മൂപ്പരുടെ ശീലങ്ങൾ, നിങ്ങൾ കണ്ട ശീലങ്ങൾ? എല്ലാവരോടും ഒരു നല്ല രീതിയിലാണ് സംസാരിക്കുക. പൊതുവെ ഒരു സൗമ്യ പ്രകൃതമാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഗൗരവക്കാരനാണെന്ന് തോന്നുന്നു. ഞാൻ CH മരിക്കുമ്പോൾ, അഴീക്കോട് മരിച്ച ശേഷമാണ് CH മരിക്കുന്നത്. അഴീക്കോട് മരിച്ചതിൻ്റെ ഒരു ക്ഷീണത്തിൽ നിൽക്കുന്നതായിരുന്നു CH മരിക്കുമ്പോൾ ഓരോ രാത്രി ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒരു റൂമിലുണ്ടായിരുന്നു. ആ രാത്രിയത്തെ ആ വിഷമം, ആ CH മരിക്കുന്ന ഏതാണ്ട് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ ഒരു വിഷമം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതൊരു വിഷമം കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു പഴയ കാലത്തെ അദ്ദേഹത്തിൻ്റെ അടുപ്പം സഹപ്രവർത്തകരോടുള്ള CH കണാരൻ മരിച്ച വിവരം അറിയുമ്പോൾ അത്രയേറെ സങ്കടപ്പെട്ടിരുന്നു AKG. വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ വരുമ്പോൾ ഒക്കെ കാണുന്ന ആ ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? തറവാട്ടിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഉള്ള ഒരു ഓർമ്മ എങ്ങനെയാണ്? വളരെ ചെറുപ്പത്തിൽ AKG നിങ്ങൾ തറവാട്ടിലൊക്കെ പോകും? ഇല്ല, തറവാട്ടിൽ പോകുമ്പോൾ AKG മാവിലായി വരൽ വളരെ കുറവാണ്. അതെയോ? വീട്ടിൽ തന്നെ വരാറ് വളരെ കുറവാണ്. വളരെ കുറവായിരുന്നു. ആദ്യം വരുമ്പോൾ സുശീല ഗോപാലൻ കൂട്ടിക്കൊണ്ടുവരാൻ അത്ര താല്പര്യപ്പെട്ടില്ല വീട്ടുകാരെന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ മൂപ്പർ വരവ് കുറവായി. വിവാഹത്തോടുകൂടി അകൽച്ച കുറച്ച് കൂടിയായിരിക്കും വീടുമായിട്ട്. അങ്ങനെ വരാറുണ്ടായിരുന്നു, വളരെ ചുരുക്കം വരാറുണ്ടായിരുന്നു. ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? താങ്കളുടെ സ്കൂൾ കാലഘട്ടമൊക്കെ അധ്യാപകരൊക്കെ എങ്ങനെയായിരുന്നു? അന്നത്തെ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? വളരെ നമ്മളെ വീട്ടിലൊക്കെ വളരെ ഇന്നത്തെ ഒരു വടംവലികളോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. രാഷ്ട്രീയം ഉണ്ടെന്ന്, ഒരാൾക്കൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്ന കാലമാണ് ഈ 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ വ്യാപകമല്ല. ഇല്ല. ഒരു ഇലക്ഷൻ നിൽക്കുമ്പോൾ അയാളൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ആളാന്ന് പറയുന്നത് പോലും വളരെ തെറ്റായിട്ട് കണക്കാക്കുന്ന നിർമ്മലഗിരിയിലെത്തുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ SLC അല്ല, നിർമ്മലയിലെത്തുമ്പോൾ അവിടെ കുറച്ചും കൂടി രാഷ്ട്രീയം വന്നു. അവിടെ നിന്ന് KSU ഒരു പ്രധാന പാർട്ടിയായിരുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, പിന്നെ SFI ഉണ്ടായിരുന്നു. അത്രേ പാർട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. താങ്കൾ SFIയുടെ കാൻഡിഡേറ്റ് ആകുമ്പോൾ ഒരു അവസ്ഥ എന്തായിരുന്നു അവിടെ? നമുക്ക് ഒരു 100 വോട്ടിൽ കുറവേ കിട്ടുമെന്ന് ഉറപ്പിച്ചു നിന്നതാണ്. പക്ഷെ എനിക്കൊരു 100 വോട്ടായിട്ട് കിട്ടി. KSUയുടെ കുത്തകയാണ് നിർമ്മലഗിരി. എങ്ങനെയാണ് വോട്ട് കിട്ടിയതുള്ളൂ, ജയിച്ചിട്ടില്ല? ഇല്ല, ജയിക്കുന്ന പ്രശ്നമില്ല അവിടെ. ഇത് ഞാൻ നിന്നത് ഇംഗ്ലീഷ് അസോസിയേഷൻ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജനറൽ സീറ്റാണ്. അപ്പം ടോട്ടൽ കോളേജിൽ എല്ലാവർക്കും വോട്ടുള്ള സീറ്റാണ്. എന്നിട്ടാണ് 100 ചില വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഈ PR ആയിട്ടുള്ള ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? PR വീട്ടിൽ വരലും കാര്യങ്ങളും ഇവിടെ എൻ്റെ അടുത്ത് എപ്പോൾ വരാറുണ്ടായിരുന്നു. എങ്ങനെയാണ് PR കുറിപ്പ്? ഒരു ഭയങ്കര ധാർഷ്ട്യമുള്ള ഒരാളായിട്ടാണല്ലോ അറിയപ്പെടുന്നത് ആ നടത്തത്തിലും. ഇപ്പൊ AKGയുടെ കാര്യം പറയുമ്പോൾ തന്നെ PR ആ ഒരു തോർത്ത്, ഒരു തുണി, എന്തായാലും പറയാ, ഒരു വേഷ്ടി ഇവിടെ ഇങ്ങനെ ഇട്ട് പല്ല് അവസാനം വരെ മരിക്കുന്നവരെ ഞാനൊരു നല്ല ബന്ധമായിരുന്നു. ഇവിടെ വരാറുണ്ടായിരുന്നു. ഇവിടെ വന്നാലും ഒരു അങ്ങേ ഭാഗത്തേക്ക് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് അയക്കും. ഇപ്പുറം മൂപ്പർ ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. എല്ലാ കാര്യത്തിലും വന്ന് ചോദിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അവസാന കാലങ്ങളിൽ. അതിപ്പോൾ പിണറായി വിജയനും താങ്കളായിട്ട് നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണല്ലോ. എത്ര വർഷത്തെ? പിണറായി വിജയന് വേണ്ടിയിട്ട് ഹാജരായ വക്കീൽമാർ ഇപ്പോൾ ഇതിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. പിണറായിക്ക് വേണ്ടി, പിന്നെ പിണറായിക്കും അച്യുതാനന്ദനും വേണ്ടി ഹാജരായ ഞാനേ ഉണ്ടാവും. പിണറായിയുടെ കാലത്തേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഈ സ്കൂൾ കാലഘട്ടത്തിൽ ഈ നിർമ്മലഗിരി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് പഠനം? നിർമ്മലഗിരി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ. ഈ നിർമ്മലഗിരി പഠനകാലം ഡിഗ്രി അവിടെ നിന്നാണ് ചെയ്യുന്നത് അല്ലേ? ഡിഗ്രിയും അവിടെ നിന്നാണ്. ആ കാലഘട്ടത്തിൽ SFIയിലൊക്കെ മത്സരിക്കുന്ന സമയത്ത് വേറെ സംഘർഷ കാലഘട്ടമൊന്നും കടന്നു പോയിട്ടില്ല? സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ സ്വഭാവം എങ്ങനെയായിരുന്നു? അന്നത്തെ ഇതിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പെടാത്ത ഒരാളുണ്ടായിരുന്നു. ഒരു നക്സലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നു, മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട്, വെള്ളച്ചാലുകാരനായിരുന്നു. അയാളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മനുഷ്യൻ. കാരണം വെച്ചാൽ അയാൾ നല്ല പ്രാസംഗികനായിരുന്നു. ചരിത്രവും
സയൻസും ചരിത്രവും ഭാഷയും ഒക്കെ പറയുന്നൊരു നല്ലൊരു പ്രാസംഗികനായിരുന്നു അയാളിപ്പോൾ ഇല്ല, മരിച്ചുപോയി. നിർമ്മലേരി കോളേജിൽ താങ്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്? കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉദ്ദേശിക്കുന്നത് അതിലാരും രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ വളർന്നു വന്നവരൊന്നുമില്ല. ടി പി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാറുണ്ടായിരുന്നത് ഒന്ന് ആൻ്റണി കുര്യാലശ്ശേരി പ്രിൻസിപ്പൽ, പിന്നെ ടി പി സുകുമാരൻ ഉണ്ടായിരുന്നു, പ്രൊഫസർ ടി പി സുകുമാരൻ. പിന്നീട് എഴുത്തുകാരനായിട്ട് വളരെ അറിയപ്പെട്ട സുകുമാരൻ മാഷ്, പിന്നെ അബൂട്ടി എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി പാരീസുമായിട്ട് ബന്ധമുള്ള നേരെ ബ്രദർ, എൻ്റെ ബ്രദർ. അതാണ് ഈ പാരീസുമായിട്ടുള്ള സൗഹൃദത്തിന് ആഴം കൂടാൻ. മാർഷുള്ള കാലത്തോളം എനിക്ക് പാരീസുമായിട്ട് ബന്ധം ഉണ്ടായിട്ടില്ല. ഓ, അസീസ്കായിട്ടാണ്, പാരീസിന്റെ അസീസായിട്ടാണ് ബന്ധം വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ആ നിർമ്മലഗിരി കാലം എന്ന് പറയുന്നത് ഈ പറയുന്ന സൗഹൃദങ്ങളും പഠനത്തിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അതായത് ഇലക്ഷനിലെ കുറച്ചു കാലം അല്ലാതെ പിന്നെ ഈ പൊളിറ്റിക്സ് ഒന്നും ഇല്ല ഇവിടെ. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഒരു യൂണിറ്റ് സമ്മേളനം ചേരുക, ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു യൂണിറ്റ് സമ്മേളനം ചേരുക ഒഴിച്ച് വേറെ അവിടെ പൊളിറ്റിക്സ് അങ്ങനെ വർക്കൊന്നുമില്ല. കാര്യം എന്തുകൊണ്ടാണ് ഈ കോളേജ് നിർമ്മലേരി പഠനം കഴിഞ്ഞിട്ട് ഒരു LLB-യിലേക്ക് നിങ്ങൾ തിരിയാനുള്ള ഒരു സാഹചര്യം? കാരണം പോസ്റ്റ് മാസ്റ്റർ മകൻ, ഇങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, AKG, PR കുറുപ്പ്, ഇതൊക്കെ ഉള്ള ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഒരു LLB എന്നൊരു ആശയം എങ്ങനെയാണ്? എൻ്റെ അമ്മാവൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ NK ബാലകൃഷ്ണൻ പറഞ്ഞ അന്നത്തെ മുൻപത്തെ ഒരു മിനിസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ ഈ ആരോഗ്യ വകുപ്പ് തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത് അമ്മാവൻ നിർദ്ദേശിച്ചതാണ് എന്നോട് ഈ LLB-ക്ക് പോകാൻ. അതിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഇതിനെപ്പറ്റി പറ്റില്ല, എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അധികം വർത്താനം പറയില്ല, അതുകൊണ്ട് പ്രാക്ടീസ് നടക്കില്ല. പക്ഷെ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ കൂടുതൽ നല്ലതാണ്. ഒരു ഗ്രാജുവേഷനിൽ എത്തുന്നതിനേക്കാളും LLB എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഓജി, ഈ എങ്ങനെയാണ് ഈ ലോ കോളേജിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നത് അന്നത്തെ കാലത്ത്? അന്നത്തെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ലോ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുന്നവരെല്ലാം ഏതാണ്ട് നല്ലൊരു ശതമാനവും BSc-ക്കാരാണ്. BSc-ക്കാർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. BA-ക്കാർക്ക് ഒരു സെക്കൻഡ് ക്ലാസ് വരെ കിട്ടും. ഡിഗ്രി BA ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം BA കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ LLB-ക്ക് പോകുമായിരുന്നു ആ കാലഘട്ടത്തിൽ. പോയാലുള്ള കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അധികം ആളും BSc-ക്കാരാണ്. അങ്ങനെ അതുകൊണ്ട് കിട്ടാൻ സാധ്യത കുറവാന്നുള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കാരണം ഒരു കത്തുമായിട്ടാണ് എന്നെ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത്. ആർക്കാണ് കത്ത്? അന്നത്തെ NE ബാലറാമിൻ്റെയാണ് കത്ത്. അവിടുത്തെ ഒരു പ്രൈവറ്റ് കോളേജ് അല്ല, കാരണം അവരുടെ പരിചയക്കാരൻ. അദ്ദേഹത്തിൻ്റെ കത്ത് തിരുവനന്തപുരത്തുള്ള അവിടെ ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്, നാരായണൻ നായർക്ക് ഒരു കത്തുമായിട്ടാണ് എന്നെ അയക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് ഈ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് പോയി. ഈ വിജിലൻസ് വന്നിട്ട് എന്തോ ഒരു അന്വേഷണം നടത്തിയിട്ട് പിന്നെ അയാൾക്ക് അദ്ദേഹത്തിന് പ്രവേശിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത്രേ എനിക്കറിയുള്ളൂ. അപ്പോൾ അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു. കാരണം NE ബാലറാം ആദ്യമായിട്ട് എന്നോട് പറയുന്നതാണ് ഒരു സീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് തരാൻ പറ്റാത്ത വലിയ വിഷമമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ശരിയാക്കാം. ലോ കോളേജിൽ പോയി നോക്കുമ്പോൾ അവിടെ ഈ മലബാർ റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, അതിൽ 6 സീറ്റുണ്ട്, അതിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ഗവൺമെൻറ് ലോ കോളേജിൽ പോയി അവിടെ അപേക്ഷ കൊടുക്കുകയും ചെയ്യുന്നത്. മലബാർ റിസർവേഷൻ അങ്ങനെ ഒരു സാധനമുണ്ട്. അതിൽ 2 പേരാണ് ആ ബാച്ചിൽ കയറിയ 2 പേരാണ്. ഒന്ന് ഞാനും നാലകത്ത് സൂപ്പി മുൻമന്ത്രി, ഞങ്ങൾ 2 പേരും മലബാർ റിസർവേഷനാണ്. പിന്നെ BA അല്ലാതെ വേറെ ആരും ഇല്ല. പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള BA-ക്കാരുണ്ടല്ലോ, അത് ഭയങ്കര മാർക്ക് സ്കോർ ചെയ്യുന്നവരുണ്ടാവും. എൻട്രൻസ് ഇല്ല, ഡയറക്റ്റാണ്, വെറും മാർക്ക് ബേസ്. ജി സുധാകരൻ, തിരുവഞ്ചൂർ ദർശൻ, നാലകത്ത് സൂപ്പി, TN ജേക്കബ് ഉണ്ടായിരുന്നു. ഒരേ ബാച്ചുകാരാണ്. പിന്നെ വളരെ പ്രസിദ്ധനാവുന്ന ഞാൻ കരുതിയൊരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു, ഫിലിപ്പോസ് തോമസ്. അദ്ദേഹം ഇപ്പോൾ KSF-ന്റെ ചെയർമാൻ മാത്രമായി നിൽക്കുക. രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല, നല്ല പോസ്റ്റാണ്. പക്ഷെ അല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല. നല്ലൊരു പ്രാസംഗികനായിരുന്നു. എങ്ങനെയാണ് ഈ തൃക്കണ്ണാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ടാണോ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്? ലോ കോളേജ് അഡ്മിഷൻ ഈ കത്തുമായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. എങ്ങനെയാണ് മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പറിച്ചു നടൽ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അല്ലാതെ എനിക്കൊരു എന്തോ ഒരു ഭയം തോന്നി ആദ്യം. പിന്നെ അവിടെ ചെന്ന് എന്താവൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാരണം ഇല്ല. മാത്രമല്ല എറണാകുളത്ത് നിന്ന് മാറിക്കാരണം.
ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടാവില്ല. ഉണ്ടാവില്ല. അപ്പം അവിടെ എൻ്റെ അച്ഛൻ്റെ മരുമകൻ ഒരാളുണ്ടായിരുന്നു, AK ജനാർദ്ദൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കെൽട്രോണിൽ വർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ആ സമയത്ത് അദ്ദേഹം ഈ ഇത് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യായിരുന്നു. അച്ഛൻ്റെ മരുമകൻ എന്ന് പറഞ്ഞാൽ അവിടെ തൽക്കാലത്തേക്ക് ഒരു താമസിക്കാൻ അവിടെ അല്ലാതെ വേറെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇല്ല, ആകെ 1-2 ദിവസം. പിന്നെ പിന്നെ ഞാൻ അവിടെ നിന്നുള്ള അന്ന് S ഗുപ്ത നായരും NV കൃഷ്ണവാര്യരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ NV കൃഷ്ണവാര്യർ എന്നെ റെക്കമെൻഡ് ചെയ്തു യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലേക്ക്. പക്ഷെ അവിടെ ഒരു തരത്തിലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അവിടെ ഫുള്ളാണ്. അവിടെ കിട്ടിയില്ല. NV കൃഷ്ണവാര്യരെ പോലെ ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടിയില്ല. അത് ഈ ജനാർദ്ദൻ എന്ന് പറയുന്ന അവർ വർക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധിപനായിരുന്നു അന്ന് NV കൃഷ്ണവാര്യർ. അപ്പോൾ കിട്ടിയില്ല. കിട്ടാത്തപ്പോൾ ഗവൺമെൻറ് ലോ കോളേജിന് അന്ന് ഹോസ്റ്റലേ ഇല്ല. അപ്പോൾ ഒരു നായർ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലുണ്ട്. അവിടെ കിട്ടൂല, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഞാൻ തോന്നുന്നത് എന്നെ എല്ലാം കൂടി ആരൊക്കെ കൂടിയിട്ട് ഈ അവിടെയുള്ള MLA ക്വാർട്ടേഴ്സിൽ റൂം നമ്പർ 2 A കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഇരിക്കൂർ MLA ആയിരുന്ന, പിന്നീട് ഇരിക്കൂറിന്ന് മൂപ്പര് മരിച്ച ശേഷമാണ് നായനാറായിട്ട് അദ്ദേഹത്തിൽ മത്സരിക്കുന്നത്. ആ ഇരിക്കൂർ MLA ആയിരുന്ന A കുഞ്ഞിക്കണ്ണൻ്റെ മുറിയിലേക്ക് ഞാനിങ്ങനെ അങ്ങനെ താമസം തുടങ്ങി. മൂപ്പരെപ്പെങ്കിലേ വരുള്ളൂ. അസംബ്ലിയുള്ള സമയത്ത് ചെറുപ്പത്തിൽ തന്നെ MLA ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള അവസരം കിട്ടി. എന്നിട്ട് അവിടുന്ന് പിന്നെ ഞാൻ വളരെ ട്രൈ ചെയ്തു ഈ നായർ യൂണിയൻ ഹോസ്റ്റലിലേക്ക്. പക്ഷെ ഒരു തരത്തിലും കിട്ടാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഈ MLA ഹോസ്റ്റൽ എന്താ വെച്ചാൽ നമുക്കൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. എപ്പോഴും ബഹളമായിരിക്കും, ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ പല അന്വേഷണങ്ങളും വരും. പിന്നെ MVRൻ്റെ അടുത്തൊക്കെ ഇവിടുന്ന് വരുന്ന നാട്ടുകാരൊക്കെ നമ്മൾ ചികിത്സിക്കാനൊക്കെ നമ്മൾ കൊണ്ടുകൊണ്ടി വരും. MVR രാവിലെ വരും, ഒന്ന് നോക്കണേ കുഞ്ഞിക്കണ്ണൻ വേറെ മോനാണ്, ഇനി ഒന്ന് PKR വാരുടെ അടുത്ത് കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ PKR വാരാണെന്ന് പിന്നെ മെഡിക്കൽ കോളേജിലെ എല്ലാമായിട്ടുള്ള PKR വാരാണ്. PKR ദേവിക ഭർത്താവായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എടുത്തൊക്കെ കൊണ്ടുണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കാം. അങ്ങനെയാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തനം കൂടി. എത്ര കാലം താമസിച്ചു MLA ഹോസ്റ്റലിൽ? 1 കൊല്ലം താമസിച്ചു. ഫസ്റ്റ് ഇയർ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ നായർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. സെക്കൻഡ് ഇയർ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ക്യാമ്പസ്? അതൊരു അച്യുതാനന്ദൻ ഒരു റെക്കമെൻഡേഷനിലാണ്. VS അച്യുതാനന്ദൻ നിങ്ങൾക്ക് വേണ്ടി NV ബാലറാം, VS അച്യുതാനന്ദൻ നായർ യൂണിയൻ ഹോസ്റ്റലിലേക്ക് അങ്ങനെയൊന്നും ആരും എടുക്കില്ല. ഒരു MLAൻ്റെ കത്തുണ്ടായാലും എങ്ങനെയെങ്കിലും കയറി പറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ കത്തിന് വേണ്ടി ഞാൻ പോയപ്പോൾ അന്ന് ആരും ഇല്ല, നടക്കാത്ത സമയം, അസംബ്ലി ഇല്ലാത്ത സമയം. അപ്പോൾ ആരെയും ഒരു MLAമാരില്ല. അപ്പോൾ ആരെയും കിട്ടാത്തപ്പോൾ ഞാനില്ല സുധാരൻ താമസിച്ചിരുന്നത് താമസിച്ചിരുന്നത് ഈ അച്യുതാനന്ദൻ്റെ അടുത്താണ്, മുറിയിലാണ്. അപ്പോൾ അങ്ങനെ സുധാരൻ എന്നെ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുപോയി അച്യുതാനന്ദൻ്റെ അടുത്ത്. എനിക്ക് നേരിട്ട് അറിയില്ലായിരുന്നു. അപ്പം അച്യുതാനന്ദൻ ഉടനെ എന്നെ ഒന്നും പറഞ്ഞില്ല, 12 കത്ത് എഴുതി തന്നു. ഈ കത്തും കൊണ്ട് ഞാൻ ഈ നായർ യൂണിയൻ മേലേൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം അത് വായിച്ചപ്പം ചെറിയൊരു വിശകുണ്ടായി. അദ്ദേഹം വായിച്ചത് C അച്യുതമേനോൻ എന്നാണ് കത്ത് വായിച്ചത്. അപ്പം മുഖ്യമന്ത്രിയാണ് അച്യുതമേനോൻ. അപ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രിൻ്റെ പിന്നെ ആളാണ്, അതുകൊണ്ട് എന്തായാലും ഒരു സീറ്റ് കൊടുത്തേ പറ്റുമെന്നായി. അങ്ങനെ ആ തെറ്റിദ്ധാരണയിൽ കിട്ടിപ്പോയതാണ്. ഈ അച്യുതാന്നെ ഇയാൾ വായിച്ചിട്ടുണ്ടാവും. ബാക്കി ഇയാൾ അങ്ങ് ഒരു തീരുമാനത്തിലെത്തിപ്പോലെ എന്നോട് ഇങ്ങോട്ടാണ് ചോദ്യം, എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് പരിചയം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തിലുള്ള പരിചയം എന്ന് പറഞ്ഞു. അച്യുതാനന്ദൻ പിന്നെ എൻ്റെ കക്ഷിയായിരുന്നു. അച്യുതാനന്ദന്റെ വക്കീലായിട്ടുണ്ടായിരുന്നു. ഏത് കേസിലാണെന്ന്? അത് മട്ടന്നൂർ കോടതിയിലൊരു മാനനഷ്ട കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ VSന് വേണ്ടിയിട്ട് ഞാനാണ് ഹാജരായത്. അപ്പോൾ ഈ VS AKG ആയിട്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് AKG ആയിട്ടുള്ള കണക്ഷൻ വരുന്നത്. ലോ കോളേജിലെ കാലഘട്ടം തന്നെ അല്ലേ? VS പിന്നെ ഇങ്ങനെ ആ സമയത്തുള്ളൊരു ചെറിയൊരു ബന്ധം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അതായത് ഈ കേസ് നടത്തുന്നതിൽ വലിയ താല്പര്യമുള്ള ആളാണ്. തലേന്ന് വിളിക്കും. അന്ന് വരുന്നുണ്ടെങ്കിൽ പോലും തലേന്ന് വിളിച്ച് 2 പ്രാവശ്യം ചോദിച്ചിട്ടേ വരുള്ളൂ. കൃത്യമായിട്ടൊരു കക്ഷി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര പക്വതയോടും പിന്നെ കൃത്യമായിട്ടും പെരുമാറുന്ന ഒരാളെയും കണ്ടിട്ടില്ല. നല്ല കക്ഷിയായിരുന്നു VS. നല്ല കക്ഷിയായിരുന്നു, അച്ചടക്കമുള്ള കക്ഷി. കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ച് കേസിന് ഹാജരാകുന്ന ഒരു കക്ഷിയായിരുന്നു VS അച്യുതാനന്ദൻ അല്ലേ? VSന്റെ കക്ഷി. ഈ തിരുവനന്തപുരം കാലഘട്ടത്തിൽ പിന്നെ വേറെ ആരാണ്? അവിടുത്തെ രാഷ്ട്രീയം എങ്ങനെയായിരുന്നു? അതായത് ലോ കോളേജിൽ ഏതൊക്കെ മേഖലകളിലേക്ക് താങ്കൾ കടന്നത്? ലോ കോളേജിൽ ഞാനിവിടെ ഈ SFIൻ്റെ ഒരു കാര്യമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു 3 വർഷവും. സുധാകരനോടൊപ്പം തന്നെ. ഞാനുമായിട്ടുള്ള സൗഹൃദം എല്ലാവരുമായിട്ടുണ്ടായിരുന്നു.
അന്നേരം സംഘർഷമൊക്കെ ഉണ്ടോ ലോ അല്ല, കോളേജിൽ? അന്നേരം ഈ എസ് എഫ് ഐക്കാർ പൊതുവെ കെ എസ് യുക്കാരോട് സംസാരിക്കുക പോലും ചെയ്യില്ല. ആ, പക്ഷേ ഞാൻ ഈ തിരുവനന്തപുരം സംസാരിക്കുമായിരുന്നു. ഇപ്പം ചില കോമൺ കോസിനെല്ലാം വേണ്ടിയിട്ട് പ്രിൻസിപ്പലിനെ പോയി കാണാനൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രിൻസിപ്പൽ കാണുമ്പോൾ എല്ലാവരെയും കൂട്ടി പോകുന്നതാണല്ലോ നല്ലത്. ജേക്കബ് നമ്മളെ അന്ന് ഇടതുപക്ഷമാണ്, KC ആണ് ജേക്കബ്, പക്ഷേ ജേക്കബ് നമ്മളായിട്ട് ഒന്നിച്ചാണ്. അപ്പോൾ ജേക്കബിന് അത് കിട്ടുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ തിരുവനന്തപുരം കൂട്ടിക്കൊണ്ടൊരു വലിയ പ്രശ്നമാണ്. കാരണം എപ്പോഴെങ്കിലും വരും കോളേജിൽ മൂപ്പര്. അതുകൊണ്ട് തിരുവനന്തപുരം കൂട്ടിയിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട് പലപ്പോഴും. ഈ തിരുവഞ്ചൂരും TN ജേക്കബും നാലകത്ത് സൂപ്പി G സുധാകരനൊക്കെ ആയിട്ടുള്ള സൗഹൃദം അവരെയൊക്കെ വ്യക്തിപരമായി എങ്ങനെയാണ് അളക്കുന്നത്? എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു ക്വാളിറ്റി? എല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ആൾ സുധാകരനാണ്. G സുധാകരൻ എന്തൊക്കെ പ്രത്യേകതകളായിരുന്നു അദ്ദേഹത്തിന്? അത് വളരെ അടുപ്പം കാണിക്കും, ചിലപ്പോൾ വളരെ പെരുമാറും, വളരെ അടുപ്പമായിരിക്കും. എൻ്റെ അടുത്തുള്ള വരുമ്പോൾ എൻ്റെ മുറിയിൽ വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. പക്ഷെ അതേസമയത്ത് തന്നെ മുമ്പ് ചിലപ്പോൾ ദേഷ്യം പിടിച്ചാൽ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും. ഈ ജേക്കബൊന്നും അങ്ങനെയല്ല. ജേക്കബ് എപ്പോൾ ഒരു സോഫ്റ്റാണ്. തിരുവഞ്ചൂർ അതുപോലെ തന്നെയാണ്, എപ്പോൾ സോഫ്റ്റാണ്. സൂപ്പി അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോഴും സൂപ്പിയായിട്ടൊക്കെ ബന്ധമുണ്ട്. ഞാൻ വിളിക്കാറുണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് വിളിക്കാറില്ല. G സുധാകരൻ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? ദേഷ്യം പിടിച്ച് കുലുമാലാക്കി എന്തെങ്കിലും സംഭവം? സുധാകരൻ അവിടെ ഇലക്ഷൻ നിന്നിരുന്നു. ഇലക്ഷൻ നിന്നിട്ട് അവിടെ തോറ്റപ്പോൾ ആരൊക്കെയാണ് തോപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഭയങ്കര പ്രശ്നമായി. അവിടെ ഒരു 18 ദിവസത്തെ നിരാഹാര സത്യാഗ്രഹം നടന്നു. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അവസാനം പാർട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതേ നിൽക്കലായിരുന്നൊരു അഭിപ്രായം പാർട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്ന ഒരു സമയത്താണ് ഇദ്ദേഹത്തിന് ഈ സംസ്ഥാന തലത്തിൽ നിന്ന് തന്നെ ഇദ്ദേഹം എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അന്നും നടപടിക്ക് വിധേയമായിരുന്നു അല്ലേ? ഈ ഒരു കാര്യത്തിന് എന്തോ ആ തലത്തിൽ അന്ന് കെ നായരും പാട്ടിങ്കോപാലനായിരുന്നു അന്ന് SFIൻ്റെ ചാർജ് ഉണ്ടായിരുന്ന നേതാക്കൾ. അവരെ കൂടി എന്തോ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം മാറുന്ന ഭാഗമായിട്ടാണ് ബേബി ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. MA ബേബിയായിട്ട് അങ്ങനെ സൗഹൃദം വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് നേരിട്ട് പരിചയമില്ല. ഈ സുധാകരൻ മാറുന്നതോടുകൂടിയിട്ടാണ് MA ബേബി SFIൻ്റെ തലപ്പത്തേക്ക് വരുന്നത്. അത് പിന്നീടാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇവിടുന്ന് തലശ്ശേരി അവിടത്തേക്ക് വരുന്നത്. G സുധാകരൻ, MA ബേബി, പിന്നെ കോടിയേരി. പിന്നെ അവിടെ വന്നതോടുകൂടി തന്നെ നമ്മളുമായിട്ട് നല്ല പരിചയമാണെന്നല്ല. ആ കാലഘട്ടത്തിൽ വേറെ ലീഡർഷിപ്പിൽ ആരൊക്കെയായിട്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്? പാർട്ടിയിൽ തന്നെ, CPM തന്നെ? തിരുവനന്തപുരം ആണല്ലോ ആസ്ഥാനം അന്നേരം. MBR ആയിട്ടല്ല ബന്ധമുണ്ട്. MBR എങ്ങനെയായി? MBR ഒക്കെ പാർട്ടി ഞാനും രണ്ടുപേരും അടുത്തടുത്ത റൂമുകളാണ്. 2 റൂമാണ്, 8 MBRൻ്റെ മുറിയാണ്. പിന്നെ പഴയ ബിൽഡിങ്ങിൽ 8-ാം നമ്പർ മുറി AV കുഞ്ഞുമുണ്ടായിരുന്നു. AVൻ്റെ മകൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും എൻ്റെ അതേ കാലത്ത് തന്നെ ലോ അക്കാഡമിയിൽ പഠിച്ച ആളുമാണ്. അങ്ങനെയുള്ള ബന്ധം കൊണ്ട് അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു. CBC വരുന്നത് അതൊക്കെ ഈ AV ആയിട്ടുള്ള ബന്ധം കൊണ്ട് അങ്ങനെ കുറേ ആൾ MLA ഹോസ്റ്റൽ ജീവിതം കൊണ്ട് അങ്ങനെ കുറേ ബന്ധങ്ങൾ കിട്ടി. അങ്ങനെ അന്നത്തെ LLB പഠനം അവിടെ പൂർത്തിയാക്കി. അതിനുള്ള കേസിലൊന്നും പെട്ടില്ലല്ലോ അവിടെ? ഇല്ല, ഞാനത് എമർജൻസി സമയത്ത് ഞങ്ങളെല്ലാവരെയും ഒന്നിച്ചാണ് നടക്കുക, സുധാകരനടക്കം. അതിന് ഞാനൊഴികെ എല്ലാവരും അറസ്റ്റ് ചെയ്ത് പോയി. എല്ലാവരും 3 മാസം 6 മാസം ശിക്ഷയും കിട്ടി. ഞാനതിൽ എൻ്റെ ഒരു ഇളയച്ചൻ ഇവിടെ വന്നിരുന്നു ചികിത്സക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയത്. എല്ലാം ഞാൻ പരീക്ഷ പോലും എഴുതൂല. സുധാകരൻ ഫസ്റ്റ് ടൈം എഴുതാൻ പറ്റിയില്ല. എമർജൻസി ആ സമയത്തായിരുന്നു. കുടുംബ പശ്ചാത്തലം പറയുകയാണെങ്കിൽ AKG PR കുറുപ്പ് തിരുവനന്തപുരത്തെ ജീവിതത്തിലുടനീളം നേതാക്കളുടെ നേതൃനിരയുടെ വലിയൊരു വലയം, അത് ഇടതു വലത് മുന്നണികളെല്ലാം ഉണ്ട്. എന്തേ താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനായില്ല? ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ട്? എനിക്ക് കുറച്ചൊരു ഞാൻ കോളേജിൽ പഠിച്ച ശേഷം എനിക്കൊരു പ്രാക്ടീസ് ചെയ്തൊരു അഭിഭാഷകനാണെന്നതിന് എൻ്റെ താല്പര്യം. അങ്ങനെ ആരെങ്കിലും റോൾ മോഡൽ ഉണ്ടായിരുന്നോ? അല്ല, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരു അഭിഭാഷകനായിരുന്നു. കൂത്തുപറമ്പിലെ ഒരു പ്രസിദ്ധനായ അഭിഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം മരിച്ച ശേഷമാണ് ഞാൻ ജനിക്കുന്നത് തന്നെ. ഞാനങ്ങനെ കണ്ടിട്ടില്ല. എന്നാലും എനിക്ക് മുമ്പ് ഒരു അഭിഭാഷകൻ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. താങ്കൾ ചെറുപ്പത്തിലെ ഈ ഡിഗ്രി പഠന കാലത്ത് അല്ലെങ്കിൽ SLC പഠന കാലത്ത് ഒരു അഭിഭാഷകൻ എന്ന് മനസ്സിൽ കരുതിയിരുന്നു. ആ കാലത്തേക്ക് എന്തായിരുന്നു താങ്കളുടെ മോഹം? ശരിക്കും അഭിഭാഷകനാകാൻ പറ്റില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഈ BA കാർക്ക് കിട്ടൂല. ഞാൻ ഈ BA അല്ലാതെ എനിക്ക് സയൻസ് എടുക്കാൻ എനിക്ക് താല്പര്യം. അല്ല, അപ്പൊ BA കാരൻ അന്ന് എന്തായിരുന്നു? B.Ed M.Ed ആ ലെവലിൽ പോലാണോ? എന്താണെന്ന് BA കാർ ചൂസ് ചെയ്തിരുന്നത്? എന്താണ് താങ്കൾ കണ്ടിരുന്നത്? എന്തായിരുന്നു? അധികം ആളുകളും ടീച്ചറായിട്ട് പോകും, അധ്യാപകനായിട്ട് പോകും, B.Ed എടുക്കുക അല്ലെങ്കിൽ ആ ലെവലിൽ പോകുന്നവരാണ്. അല്ലേ പിന്നെ പരീക്ഷ എഴുതിയിട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ എവിടെയെങ്കിലും പിന്നെ എന്താ പറയുക ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കയറിയാൽ പോലും സാരമില്ല എന്ന് പറയുന്ന BA കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെവലിലാണ് താങ്കൾ ചിന്തിച്ചിരുന്നുള്ളൂ.
ഇല്ല, LLB കാരനാകാനുള്ള ഒരു സാധ്യത കുറവാണെന്ന് ആദ്യം എനിക്ക് അപ്പൊ തോന്നി. ഈ ബന്ധുവാണ് ആ ലെവലിലേക്ക് താങ്കളെ തിരിച്ചു വിടുന്നതും. താങ്കൾ LLB പഠിച്ച് പൂർത്തിയായി തിരുവനന്തപുരത്ത് തുടരാതെ എന്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു? തിരുവനന്തപുരം ഒരു നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ക്യാപിറ്റൽ ആണല്ലോ. തലസ്ഥാന നഗരിയിൽ ഇത്രയും പ്രൗഢമായ സൗഹൃദമുള്ളപ്പോൾ തിരുവനന്തപുരത്ത് തുടരാതെ, അല്ലെങ്കിൽ ഹൈക്കോടതിയിലൊന്നും തുടരാതെ നാട്ടിലേക്ക് കൂത്തുപുറം എന്ന ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം? തിരുവനന്തപുരത്ത് പൊതുവെ തിരുവനന്തപുരത്തിന്റെ ഭാഷ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. തിരുവനന്തപുരംകാർ ഇഷ്ടമായിരുന്നോ? പഠിക്കുന്ന കാലത്ത് തിരുവനന്തപുരംകാർ ഇഷ്ടമായിരുന്നോ? തിരുവനന്തപുരത്തുള്ള മൊത്തം ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ഞാനെപ്പോഴും ലീവ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വരും. നാടായിരുന്നു ഏറ്റവും പ്രിയങ്കരം. അല്ലെങ്കിൽ എൻ്റെ ഇളയമ ഉണ്ടായിരുന്നു ഊട്ടിയിൽ, അവിടെ പോകും. ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ദിവസം പോലും സ്പെൻഡ് ചെയ്യില്ല. പണിയില്ലാത്തപ്പോൾ, പഠിക്കാൻ സ്കൂൾ കോളേജ് ഇല്ലാത്തപ്പോൾ ഉടൻ സ്ഥലം വിടും. തിരിച്ചിവിടെ വന്നിട്ട് ആദ്യം എന്താണ് ചെയ്തത്? LLB കഴിഞ്ഞു വരുന്നു. എൻറോൾ ചെയ്യുന്നത് അന്ന് എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എൻറോൾ എപ്പോഴാണ് ചെയ്തത് ശരിക്കും? എൻറോൾ ചെയ്തത് 9/5/75 കറക്റ്റ്. ഒരു അരനൂറ്റാണ്ട് പിന്നീട് എത്തുകയാണ്, അരനൂറ്റാണ്ടിലേക്ക്. ആരാണ് ആ കാലഘട്ടത്തിൽ താങ്കളുടെ കൂടെ എൻറോൾ ചെയ്ത് പ്രധാനപ്പെട്ട ഈ പറയുന്ന TN ജേക്കബ് ഉണ്ടായിരുന്നു, സൂപ്പി ഉണ്ടായിരുന്നോ? സൂപ്പി ഉണ്ടായിരുന്നു. തിരുവഞ്ചൂരോ? തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. വേറെ ആരാ പ്രമുഖർ? ഫിലിപ്പോസ് തോമസ് ഉണ്ടായിരുന്നു. ഫിലിപ്പോസ് തോമസ് ഉണ്ടായിരുന്നു. പിന്നെ കാരണം എൻറോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല. അതൊരു വലിയൊരു ബഹളത്തിൻ്റെ ഉള്ളിൽ നമ്മളെ മാത്രം പിക്ക് ചെയ്തുകൊണ്ടായിട്ട് എൻറോൾ ചെയ്യുന്ന ഒരു സമ്പ്രദായം. എൻറോൾ നേരിട്ട് കാണാൻ മാതാപിതാക്കളൊക്കെ വന്നിരുന്നു അന്നത്തെ കാലത്ത്? ഇല്ല. എങ്ങനെ അന്നത്തെ പ്രൊസീജിയർ? ഞാൻ എൻറോൾ ചെയ്യുമെന്നൊരു സംശയത്തിൽ പോയതാണ്. എന്താ കാരണം? കാരണം ഞാനിത് അയക്കുമ്പോൾ ഇത് ആപ്ലിക്കേഷൻ അയക്കുന്നത് കുറച്ച് ഡിലേ ചെയ്ത് പോയി. അപ്പോൾ ആ എൻറോൾമെൻറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കൂട്ടൊന്നും എടുക്കാതെയാണ് എൻറോൾമെൻറ്റ് പോകുന്നത്. എന്നിട്ട് പിന്നെ TN ജേക്കബിൻ്റെ കൂട്ട് ഇട്ടിട്ടാണ് ഞാൻ എൻറോൾ ചെയ്തത്. TN ജേക്കബിൻ്റെ കോട്ടിട്ടാണ് എൻറോൾ ചെയ്തത്. അപ്പോൾ ഈ പാൻറ്റ് ഒരു മറ്റേ ഇതാണ്, എന്താ പറയുക, ഒരു ശരിയല്ലാത്തൊരു പാൻറ്റാണ് നേരത്തെ. ആ പാൻറ്റ് ഇടാൻ തന്നെ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. എൻറോൾമെൻറ്റ് പോലെയുള്ള ഈ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഒരു കൗവായി പാൻറ്റ് മാതിരിയുള്ളൊരു പാൻറ്റ്, ആ പാൻറ്റ് ഇട്ട് പോകാൻ തന്നെ എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ആരും ഒരു ഒബ്ജക്റ്റ് ചെയ്തില്ല ഭാഗ്യത്തിന്. അതുകൊണ്ട് ഈ പാൻറ്റും പിന്നെ ഈ ഗൗണുള്ളതുകൊണ്ട് അധികം പാൻറ്റ് ആർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് അത്ര പോയി ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ ലാസ്റ്റ് നിമിഷത്തിലാണ്, അതായത് 10 മണിക്കാണ് എൻ്റെ ഈ പേര് ഇതിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഞാൻ 100% ഉറപ്പാണ് എനിക്ക് എന്തായാലും കിട്ടില്ല, ഞാൻ പോകുന്ന പിന്നെ വരാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഇവരൊക്കെ താല്പര്യപ്പെട്ടിരുന്നു. ജേക്കബൊക്കെ കുറച്ച് താല്പര്യം എടുത്തിട്ടാണ് എൻ്റെ ഈ പേരിൽ കയറ്റുന്നത്. അല്ലെങ്കിൽ ആ എൻറോൾമെൻറ്റിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ ഒരു 6 മാസം കഴിയും പിന്നെ എൻറോൾ ചെയ്തിട്ട് ഫസ്റ്റ് എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? തലശ്ശേരി. MP ഗോവിന്ദൻ വക്കീലിൻ്റെ കൂടെ. അത് പിണറായിയാണ് സജസ്റ്റ് ചെയ്തത്. വന്നു. പക്ഷേ ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയം മൂപ്പരാത്തായി മിസ്സൈലായി. അവിടുന്ന് പിന്നെ പാട്ടിൻ്റെ രാജനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ രാജനും വന്നു. പിന്നെ വിജയകുമാർ പയ്യന്നൂർ ഇവിടെ തന്നെ തലശ്ശേരി തന്നെ ദാമോദരൻ വക്കീലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ABയുടെ മകൻ എന്ന് പറഞ്ഞില്ലേ, വിജയകുമാർ തലശ്ശേരി തന്നെ ഉണ്ടായിരുന്നത്. വിജയകുമാർ തന്നെ വന്നിട്ട് ഗോവിന്ദൻ വക്കീലിനെ കണ്ടു. പാട്ടിൻ്റെ അതിനൊന്ന് വന്നൂടെ പുറത്ത്, കാരണം ഇതാണ് ഇതല്ല ഒളിവിലാണ്. അതുകൊണ്ട് പാട്ടിനായും പറഞ്ഞിട്ട് വിജയൻ്റെ സുഹൃത്ത് നല്ലത് വിജയൻ വന്ന് ഗോവിന്ദൻ പേരെ കണ്ടു. ഗോവിന്ദൻ പേരെ അപ്പം തന്നെ എസ് പറയുകയും ചെയ്തു. അപ്പോൾ പിണറായി വിജയൻ്റെയും പാട്ടിൻ്റെ അതിൻ്റെയും ശുപാർശയിലാണ് ഇവിടെ ഒരു പ്രമുഖ അഭിഭാഷകൻ്റെ കൂടെ ജൂനിയറായിട്ട് തുടങ്ങുന്നത്. എൻ്റെ താല്പര്യങ്ങൾ അന്ന് അറിയപ്പെടുന്ന അഭിഭാഷകന്മാർ വിവാലൻ, MK രാമൻ, TH കുഞ്ഞൻ നായർ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നുമല്ല നല്ലത്, ഇതാണ് നല്ലതെന്നുള്ള അഭിപ്രായം പറഞ്ഞത് പിണറായി തന്നെയാണ്. പിണറായിയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. മൂപ്പർ അന്ന് രാഷ്ട്രീയത്തിൽ മൂപ്പർ അന്നൊരു CPIൻ്റെ ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ലിസ്റ്റിലൊരിക്കലും മൂപ്പർ വന്നിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനടുത്ത് പോയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ എപ്പോഴും കരുതും. അതുപോലൊരു സീനിയർ കിട്ടൽ വലിയ വിഷമമാണ്. എന്താണ് അദ്ദേഹം ആദ്യം ഏൽപ്പിച്ച ഫയൽ? ഏതായിരുന്നു ആദ്യം ഏൽപ്പിച്ച ഫയൽ? മുൻസിഫ് കോർട്ടിലൊരു ഫയലായിരുന്നു. അന്ന് ഓർമ്മയുണ്ടത്. അന്ന് ബാലനാരായണ മാരാർ ആയിരുന്നു മുൻസിഫ്. അദ്ദേഹത്തിന് മുമ്പിലാണ് ഞാൻ ആദ്യം പേര് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അത് ഒന്നുമില്ല, മൂപ്പര് ഭയങ്കര ബഹളക്കാരനാണ്. ഈ ബാലനാരായണ മാരാർ എല്ലാവരും എടുത്ത് ചാടി പിടിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ യു ആർ എ ന്യൂ എൻട്രൻറ്റ് എന്ന് ചോദിച്ചു എന്നോട്. പിന്നെ എന്നോട് വളരെ സോഫ്റ്റായിട്ടാണ് പെരുമാറിയത്. അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും പെരുമാറിയിട്ടുള്ളൂ. അദ്ദേഹം എല്ലാ പോസ്റ്റിലും ഇവിടെ ഇരുന്നിട്ടുണ്ട്. മുൻസിഫായി, പിന്നെ എഡീഷണൽ സബ് ജഡ്ജിയായി, പിന്നെ പ്രിൻസിപ്പൽ സബ് ജഡ്ജിയായി, പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജിയായി, ലേബർ കോർട്ടിലെ ജഡ്ജിയായി, ഒക്കെ സ്ഥാനത്ത് അദ്ദേഹം ഇരുന്നിരുന്നു. ഈ കാലത്തൊക്കെ എന്നോടുള്ളൊരു പെരുമാറ്റം വളരെ നല്ല പെരുമാറ്റമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഈ ഗോവിന്ദൻ വക്കീലിൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടായിരുന്നു. അങ്ങനെന്തോ ഒരു ബന്ധമുണ്ട് ഇവർ തമ്മിൽ. അത് നല്ലൊരു മനുഷ്യനായിരുന്നു.
ആ സമയത്തുണ്ടായിരുന്ന പരീത് പിള്ളയായിരുന്നു അന്ന് ഡിസ്ട്രിക്ട് ജഡ്ജി. പരീത് കുറച്ച് ദിവസം ശ്രീധര വാര്യരുണ്ടായിരുന്നു. ശ്രീധര വാര്യടുത്ത് ഞാൻ പക്ഷേ ഇപ്പോൾ ചെയ്തിട്ടില്ല. പരീത് പിള്ളയായിരുന്നു പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജി ആയിട്ടുണ്ടായിരുന്നു. പരീത് പിള്ളേൻ്റെ അടുത്തൊക്കെ ഞാൻ ഏത് കാലത്താണ് ഈ പിണറായിയുടെ ഈ ഒബ്സർവറായിട്ടൊക്കെ പോയിരുന്നു എന്നൊക്കെ പറയുന്നത്? എമർജൻസി കഴിഞ്ഞ പാട്ട് കൂത്തുപറമ്പ് മത്സരിക്കുമ്പോൾ എന്താണ് അന്ന് ഈ ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെ ഒരു ഒബ്സർവർ ഉണ്ടാകുന്നത്? നമ്മൾ സാധാരണ ആളുകൾ കേൾക്കുക ഇലക്ഷൻ കമ്മീഷന്റെ ഒബ്സർവറെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് നിയമിക്കുന്നത്. അന്നേ അത് ഉണ്ടായിട്ടുള്ളൂ. നമുക്കൊരു ബാഡ്ജ് കിട്ടീന്, ഒരു കത്തും. എന്താണ് അതിന്റെ എന്തായിരുന്നു അന്നത്തെ ഡ്യൂട്ടി താങ്കളുടെ? അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന കംപ്ലീറ്റ് ഈ കാൻഡിഡേറ്റ് ആണ്. പിണറായി തന്നെയാണ് കൺട്രോൾ ചെയ്യുക. അത് പാർട്ടിയാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്തായിരുന്നു അന്നത്തെ നിങ്ങളുടെ ഡ്യൂട്ടി എന്തായിരുന്നു? ഒന്നുമില്ല, ഏതൊക്കെ ഒരു നമ്മൾ മൊത്തത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് അന്ന് പാർട്ടി പറഞ്ഞത് ഈ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൻസി ബൂത്ത് പോകാനേ പറഞ്ഞു. ഈ പിന്നെ തോലമ്പ്ര പപ്പൻ, അതായത് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് നേതാവും അദ്ദേഹത്തിന് എല്ലാവരും ഭയക്കുന്ന ഒരാളായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് എന്തിനാന്ന് ബാലമക്കീലൊക്കെ അന്ന് അതിനെ എതിർത്തിരുന്നു. ബാലമക്കീൽ കൂത്തുറമ്പുകാരനാണ്, എന്നെ മുമ്പേ അറിയുന്ന ആളാണ്. വിപാൽ അപ്പോൾ അദ്ദേഹം പാർട്ടി ഓഫീസിൽ എപ്പോൾ ഉണ്ടാവും ഈ ഇലക്ഷനൊക്കെ സമയത്ത്. അത് എന്നെ അവിടെ ഇട്ടാൽ ശരിയായില്ല എന്നൊരു അഭിപ്രായം മൂപ്പർക്ക് പോലും ഉണ്ടായിരുന്നു. അവിടെ താങ്കൾ ഭീഷണി നേരിട്ടോ ഈ പപ്പൻ്റെ അടുത്ത്? ഒന്നുമില്ല, വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എനിക്ക് വെള്ളം കൊണ്ടു തന്നു, എനിക്ക് പഴം കൊണ്ടു തന്നു. ഈ ബൂത്തിലിരിക്കുമ്പോൾ ഒരു ബൂത്തിലെ ഒരു സംഘർഷമില്ല. പക്ഷേ രാത്രി 10 മണിയായി, 10:30 മണിയായി ഈ ഇലക്ഷൻ ഇത് കഴിയാൻ, വോട്ടിംഗ് കഴിയും. ആളുകളായി മുഴുവൻ തന്നെ ഈ സ്കൂളിനകത്തേക്കാക്കിയിട്ട് പൂട്ടി 5 മണിയാകുമ്പോൾ. പിന്നെ അവരെ വോട്ട് ചെയ്യിക്കാൻ ഇത്രയും സമയം എടുത്തു. രാത്രി 10 മണിക്ക് വോട്ട് ചെയ്ത് 10:30 മണി കഴിഞ്ഞു. 10:30 മണി കഴിഞ്ഞു. ബാലറ്റ് പേപ്പറിലാണല്ലോ അന്നത്തെ. അന്ന് പിണറായിയുടെ എതിർ കാൻഡിഡേറ്റ് ആരായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല, താഴത്തെ രാഘവനോ അന്ന് അബുവോ എന്നൊരു സംശയമുണ്ട്. അതാണ് ജീവിതത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പിണറായിക്കൊപ്പം പിണറായിയുടെ ഒരു സ്വന്തം സഹചാരി എന്ന നിലക്ക് ഒബ്സർവർ. പിന്നെ ആ പോസ്റ്റ് ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, പിന്നെ ആ പോസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ആ ബൂത്ത് പിന്നെ ഈ ഒബ്സർവർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പോസ്റ്റ് വന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒബ്സർവറാണ്. എൻ്റെ മിസ്സസൊക്കെ ഒബ്സർവറായിട്ട് കെ സുധാകരൻ മത്സരിച്ച കാലത്ത് ഒബ്സർവറായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ കൺട്രോളുള്ളൂ. അവിടെ കുഴപ്പമൊന്നും നടക്കാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു പാർട്ടീനെ പ്രതിനിധീകരിച്ചിട്ട് അല്ല. ഏറ്റവും അവസാനം വന്നത് പാർട്ടി, അപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും വന്ന് ഒബ്സർവർ ഉണ്ടാവും. പക്ഷേ അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ഒന്ന് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ പ്രൊഫഷണൽസ് ഇല്ല. ഇന്ന് ഈ പാർട്ടിക്കാരിൽ പ്രൊഫഷണൽസിനെ മാത്രമാണ്, എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ മാത്രമാണ്, അത് ഡോക്ടർ, എഞ്ചിനീയർ, വക്കീലെന്നൊക്കെ ഉള്ളവരെ മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് നിയമിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതിൽ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ട് അധികം പാർട്ടിക്കും ആൾക്കാരില്ല. വക്കീൽമാർക്ക് മറ്റുള്ള പാർട്ടിക്കൊന്നും അങ്ങനെ ഒരു വക്കീൽമാരില്ല. അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ പ്രൊഫഷണൽസ് എന്നുള്ള തരത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അവിടെയൊന്നും ആരും വന്നിട്ട് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടില്ല. വേറെ ഒരു സ്ഥലത്തും വരാതിരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇത് അവസാന നിമിഷത്തിലാണ് ഈ കാര്യം മനസ്സിലാക്കുന്നതും ആളുകൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നു. എനിക്ക് അങ്ങനെ അറിയപ്പെട്ട് എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. എനിക്കത്ര അറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു മോശക്കാരനാണെന്നുള്ള ഒരു ടോക്ക് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. നല്ലൊരു മനുഷ്യനാണ്. വളരെ അയാൾ ഭയങ്കര ഭീകരനാണെന്നും ഈ എമർജൻസിയിൽ ആളുകളെ ഉപദ്രവിച്ച ആളാണെന്നൊക്കെയാണ് കേട്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടതന്ന് ഒരു പ്രാവശ്യം കണ്ടത് കൊണ്ടുതന്നു. അതാണ് ആ കാലഘട്ടത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു ഓർമ്മയിൽ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വതന്ത്രമായിട്ട് താങ്കൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? ശരിക്കും 5 വർഷം കഴിഞ്ഞപ്പോൾ. 5 വർഷം. ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 5 വർഷം പ്രധാനപ്പെട്ട ഏതെങ്കിലും കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഓർമ്മയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കേസുകൾ? അത് അദ്ദേഹത്തിന് ഒരുപാട് ഒന്നാമതൊരു ലേബറിൻ്റെ ഒരു എക്സ്പെർട്ടായിരുന്നു. ലേബർ കേസിൻ്റെ ലേബർ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കേസിൻ്റെ അതൊന്ന് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് മലബാറിൽ തന്നെ ഒരു എക്സ്പെർട്ടായിട്ട് നോക്കുമായിരുന്നു. കാലിക്കറ്റിൽ നിന്നൊക്കെ ഇവിടെ കക്ഷികൾ വരുമായിരുന്നു. പിന്നെ വക്കീൽമാർ അയക്കുമായിരുന്നു. മറ്റേ മാതൃഭൂമിൻ്റെ ഭാസ്കരൻ നായരൊക്കെ MP പേരുടെ അടുത്ത് പോയിട്ട് അന്വേഷിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുമായിരുന്നു. കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് വിഷമമുള്ള ഫീൽഡാണ് ഈ ലേബർ. വളരെ തറവായിട്ടും അപ്ഡേറ്റ് ചെയ്താലൊക്കെ അത് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൂപ്പർ അതിൻ്റെ ഒരു എക്സ്പെർട്ട് എന്നുള്ള കാര്യത്തിൽ ലേബർ കേസുമായിട്ട് പല ലേബർ കേസുമായിട്ട് വന്ന് ഇടപെട്ടിരുന്നു. അന്നുള്ള നേതാക്കന്മാർ ഓബരതൻ മുതലായവരായിട്ട് നല്ല പരിചയമായിരുന്നു. നേതാക്കൾ AITUCൻ്റെ ഒരു ശ്രീധരൻ ഉണ്ടായിരുന്നു, കാരായി ശ്രീധരനൊക്കെ അങ്ങനെ അവരൊക്കെ
വക്കീലിൻ്റെ അടുത്തൊരു സ്ഥിരം സന്ദർശകരായ ഒരു കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സൗഹൃദങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. നല്ല നിലക്ക് സ്വതന്ത്രമായി തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാലം എങ്ങനെയാണ്? എപ്പോഴാണ് ഈ താങ്കൾ ഈ അമേരിക്കയിൽ കേസ് നടത്താനുള്ള ഒരു സാഹചര്യം? അമേരിക്ക ഞാൻ കേസ് നടത്താൻ പോയില്ല, പോകേണ്ട അവസരം വന്നു എന്നേ പറഞ്ഞുള്ളൂ. എന്താ കാരണം വെച്ചാൽ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാൾ ഒരു പ്ലെയിൻ അപകടത്തിൽ എയറോപ്ലെയിൻ വീണപ്പോൾ അതിൽ മരിച്ചുപോയി. അതിലുള്ള എല്ലാ പാസഞ്ചേഴ്സും മരിച്ചു. ബോംബെയിൽ നിന്നുള്ളൊരു അപകടമായിരുന്നു. എംപറർ അശോക എന്ന എൻ്റെ ഓർമ്മ. അതിൽ ഈ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാൾ, ഒരു ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുടെ കേസ് ഞാൻ ഏറ്റെടുത്തു. ഒരു പാവം ഒരു കുടുംബമാണ്. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാനിതിൻ്റെ എന്താ കഴിയാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് ഞാനിതൊരു ശരിക്കും വർക്കപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു അവിടെ ഒരു കേസ് ഫയലാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ ഒരാൾ ഫയലാക്കിയിട്ടുണ്ട്, ഒരു വക്കീൽ. അദ്ദേഹത്തിൻ്റെ പേര് റിക്ക് വാട്ടർമാൻ എന്നായിരുന്നു. റിക്ക് വാട്ടർമാൻ. അദ്ദേഹം കാലിഫോർണിയയിലാണ്. അദ്ദേഹം ഈ ടോർട്ട് കേസസ്, ഇത്തരത്തിലുള്ള കേസ് നടത്തുന്നതിൽ ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ട് ഗിന്നസ് ബുക്ക് ഒരു പേരൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അത്ര എളുപ്പമായിരുന്നില്ല. സംസാരിക്കാനൊക്കെ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്. ഈ ഫോണൊന്നും ഒന്നും ഇതുപോലത്തെ അല്ല. അപ്പം ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് മംഗലാപുരത്ത് ഉള്ള ഒരു ലേഡിയാണ്, ലളിത ഷെണോയ് എന്ന് പറഞ്ഞിട്ട്. ലളിത ഷെണോയും വിളിക്കാറുണ്ടായിരുന്നു എന്നെ. ആ കേസിൽ ശരിക്കും പറഞ്ഞാൽ ആ കേസിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കും. എനിക്കിങ്ങനെ അങ്ങോട്ട് വിളിക്കാനുള്ള വിഷമമുണ്ട്. ഒന്നിക്കിൽ എൻ്റെ സീനിയർ അടുത്തേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ പറഞ്ഞു കൊടുത്താൽ ആ നമ്പറിലേക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കും. ഫോൺ വ്യാപകമല്ലല്ലോ. അല്ല, വ്യാപകമല്ല. STD ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അന്ന് വലിയ ട്രങ്കെല്ലാം ബുക്ക് ചെയ്ത് കാത്തിരിക്കണം അല്ലേ? കാത്തിരിക്കണം. അത് ആ കേസിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ആ കേസിൽ ഏതാണ്ട് അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തിയപ്പോൾ, എത്താനായപ്പോൾ, ഈ എങ്ങനെയാണ് ഈ മകൻ്റെ പൈസ ഈ അമ്മക്കും സിസ്റ്റർക്കും കിട്ടുക എന്നൊരു ചോദ്യം ചോദിച്ചു ഇദ്ദേഹം, അവിടുത്തെ വക്കീൽ. അപ്പോൾ ഞാനിവിടുത്തെ ഇൻഡോ സക്സഷൻ ആക്ടിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതും അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാനെടുത്ത് പറഞ്ഞു, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഈ സക്സഷൻ ആക്ട് വെച്ചിട്ടെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അമ്മ എങ്ങനെയാണ് വരിക, സിസ്റ്റർ എങ്ങനെയാണ് വരിക എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ടിക്കറ്റ് എടുത്ത് തരാം, ഒരു വിസ താങ്കൾ സംഘടിപ്പിക്കൂ, എന്നിട്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഓഫ് സീസ് ലോയറായിട്ട് ഇവിടെ ആർഗ്യൂ ചെയ്യാൻ പറ്റും, ഞാൻ റെക്കമെൻഡ് ചെയ്താൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾ വന്നിട്ട് ഡയറക്റ്റായിട്ട് ആർഗ്യൂ ചെയ്യുന്നതാണ് നല്ലത്, എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല എന്ന്. അങ്ങനെ ഞാനതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചത്. പിന്നെ വിസ എടുക്കാന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് ആ കാലത്ത് അറിയില്ല. പിന്നീട് എൻ്റെ മക്കളൊക്കെ അമേരിക്കയിലും കാനഡയിലൊക്കെ പോയപ്പോൾ എനിക്ക് പിന്നെ വിസേനെ പറ്റിയൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇത് കുറച്ച് വിഷമമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ വക്കീലിൻ്റെ ഒരു കത്തുണ്ടെങ്കിൽ, അവിടെ ഒരു കേസ് നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാൻ എളുപ്പമുണ്ടെന്ന് ഇവിടുത്തെ ഏതൊരു ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കത്ത് സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ അവിടുത്തെ ഫിറ്റ്സറാൾഡ് എന്ന് പറഞ്ഞ ആളാണ് ജഡ്ജി. അദ്ദേഹം ഒരു ദിവസം ഇദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, ഇതിൻ്റെ ഒരു പ്രിലിമിനറി പോയിൻ്റ് ഉണ്ട്, ഈ കേസ് ഇവിടെ നിൽക്കുമോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നിൽക്കുക, ഇത് നടന്ന ഇന്ത്യയിലാണ്, പക്ഷേ ഡിഫക്റ്റീവാണ് ഈ എയർക്രാഫ്റ്റ്, അതാണ് നമ്മളെ കേസ്, അതുകൊണ്ട് ഇവിടെ നിൽക്കുമെന്നൊരു സംശയം, ഡിഫക്റ്റീവ് ആണെങ്കിൽ തന്നെയും ഇന്ത്യയിലേ നിൽക്കുമെന്നൊരു സംശയം പ്രകടിപ്പിച്ചു ഈ ഫിറ്റ്സറാൾഡ്. അതേതോ ഒരു റെസ്റ്റോറൻറ്റ് തങ്ങാറ്റം കണ്ടുമുട്ടിയാലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, കോർട്ടിൽ നിന്ന് എക്സ്പ്രസ് ചെയ്തതല്ല. അങ്ങനെ പിന്നീട് ആ പോയിന്റിലേക്ക് ആർഗ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധി വന്നു, ഇത് ഇന്ത്യയിലേ നിൽക്കുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു. ഇല്ല, ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല. ഇന്ത്യയിലേക്ക് ആളെ പറഞ്ഞ കോടികളൊന്നും നമുക്കിവിടെ ചോദിക്കാൻ പറ്റില്ല, ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ പൈസ കൊടുക്കാനൊന്നും തയ്യാറില്ലാത്ത, അതും ബോംബെയിൽ പോയി നടത്തുകയും വേണം. അപ്പോൾ അതിനൊന്നും തയ്യാറില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ആ കേസ് നിർത്തുമായിരുന്നു, നമ്മളവിടെ ഒന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ ഒരു ലീഗൽ ഒപ്പീനിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ അമേരിക്കയിലെ ഫയലാക്കിയിരുന്നു. കോടിക്കണക്കിന് ഉറുപ്പിക കേസ് ഫയലാക്കി ഇത്രയും എത്തി. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ പോകുന്നവരെ എത്തിയ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രിലിമിനറി പോയിന്റ് അടുത്ത ജഡ്ജി പറയുകയും അത് ഇല്ലാതായിപ്പോൾ ഇങ്ങനെ കേസ് തന്നെ പോവുകയും ചെയ്തു. എൻ്റെ കോജിയോട് ആ DNA കഥയിലേക്കൊന്ന് കടന്നാലോ? എങ്ങനെയാണ് ഈ DNA പരിശോധന? എന്ത് കേസായിരുന്നു ആ കാലഘട്ടത്തിൽ? പിതൃത്വ പരിശോധനയ്ക്ക് ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അത് ഒരു മദ്രാസിലൊരു കേസ് ഹിന്ദുവിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു. HLA ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഹ്യൂമൻ ലൂക്കോസൈറ്റിസ് ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ടെന്നും, അത് ഇങ്ങനെ ഈ പിതൃത്വ നിർണയത്തിന് പരിഗണിക്കാവുന്നൊരു ടെസ്റ്റാണെന്ന് പറഞ്ഞിട്ട് മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ ഒരു വിധി വന്നിരുന്നു ഹിന്ദുവിൽ. അത് വന്നപ്പോൾ ഞാനതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പഠിച്ചു നോക്കിയപ്പോൾ അതിനേക്കാൾ നല്ലത് DNA ആണെന്ന് എനിക്ക് തോന്നി. സയൻസ് അന്നൊന്നും നമ്മൾ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ബുക്ക് തന്നെ വെച്ച് പഠിക്കണം. ഞാൻ കുറേയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ DNA ടെസ്റ്റ് എന്നൊരു ഒരു ഐഡിയ വന്നത്? അന്നത് വ്യാപകമല്ലല്ലോ, അതൊരു ആർട്ടിക്കിൾ, ഏതോ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ള ഓൺലുക്കർ എന്ന് പറഞ്ഞിട്ടൊരു വീക്കിലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല.
ഓൺലൂക്കറിലൊരു ആർട്ടിക്കിൾ വന്നിരുന്നു, ഈ മദ്രാസിലുള്ള ചില ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾ വന്നപ്പോൾ അതിൽ DNA പറ്റി വന്നിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെയുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു, ഡോക്ടർ സുന്ദരത്തിനടുത്ത്, ജിതേഷിന്റെ ഫാദർ, ജിതേഷ് സുന്ദറിന്റെ ഫാദർ. മൂപ്പരടുത്ത് ചോദിച്ചപ്പോൾ മൂപ്പറയിൽ കുറച്ച് ടെസ്റ്റൊക്കെ എനിക്ക് തന്നു. മൂപ്പർക്ക് പറഞ്ഞു എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല, ഞങ്ങൾ ടെസ്റ്റ് തരാൻ പറഞ്ഞിട്ട് കുറച്ച് ടെസ്റ്റൊക്കെ തന്നു. ഞാനതൊക്കെ വായിച്ചു. ഇതിനെപ്പറ്റിയുള്ള മാത്രം ടെസ്റ്റുകൾ കുറച്ച് തന്നു. അതിനെപ്പറ്റി അതൊക്കെ വായിച്ചു. പിന്നെ ഒബ്സ്റ്ററ്റിക്സിൻ്റെ കുറേ ബുക്കുകൾ ഞാൻ വായിച്ചു. അതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി എന്നേ പറഞ്ഞോളൂ. അപ്പോൾ അതിൽ ടെസ്റ്റിന് കൊടുക്കുമ്പോൾ ജയരാജൻ എന്ന് പറഞ്ഞ വക്കീലായിരുന്നു. അതെങ്ങനെ ഈ തലശ്ശേരി കോടതിയിൽ ഈ കേസ് ഏത് സാഹചര്യത്തിലാണ് വരുന്നത്? ആ കുട്ടി ഇവിടെയാണ് തലശ്ശേരി കോടതിൻ്റെ CJM കോടതിൻ്റെ പരിധിയിലുള്ള കുട്ടിയാണ്. ആ കുട്ടീൻ്റെ പിതാവ് ഇന്നയാളാണെന്നുള്ളത് തെളിയിക്കേണ്ട ഒരു വാദമാണ്. അതെ, ഒരു മനോജ് എന്ന് പറഞ്ഞ കുട്ടിയുടെ പേര്. കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം ഉണ്ടെന്ന് അവർക്ക് പോലും കേസില്ല. പക്ഷെ കുട്ടിയുടെ പിതാവ് പിതൃത്വം മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പിതാവ് ഇന്നയാളാണെന്ന് പറഞ്ഞു. ആ പിതാവ് എൻ്റെ അടുത്ത് വരികയാണ്. അങ്ങനെയാണ് ഈ അപ്പം ഒരു 100% ഉറപ്പിലാണ് ഞാനിത് അയക്കാന്നുള്ള ഉറപ്പ്. കാരണം അദ്ദേഹം വളരെ 100% ഉറപ്പാണ് ഞാൻ പിതാവല്ല അല്ല. പക്ഷേ ഈ DNA ഒക്കെ അയച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് തോന്നി അയാൾ പറഞ്ഞ അത്ര ശരിയല്ല. പിതാവെന്ന് പിന്നെ തെളിഞ്ഞു. ഇതിന്റെ DNA-യുടെ ഒരു ഇന്ത്യയിലെ പിതാവ് എന്നറിയപ്പെടുന്ന ആളെ വിസ്തരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, അത് അദ്ദേഹത്തിന് തലശ്ശേരി CJM കോടതിയിലാണ് ഈ കേസ് നടന്നത്. ആദ്യമായിട്ടുള്ള കേസ് നടന്നത് തലശ്ശേരി CJM കോടതിയിലാണ്. ആദ്യമായിട്ട് കേസ് നടന്നത് തലശ്ശേരി CJM കോടതിയിലാണെന്നുള്ളത് തലശ്ശേരിക്കാർക്ക് ഒരു വലിയൊരു താല്പര്യമുള്ള കാര്യമാണ്. കാരണം തലശ്ശേരിക്ക് ഇപ്പോൾ ഒരു ബഹുമാനം നമ്മൾ പറയുമ്പോൾ അതെ, അതുകൊണ്ട് തലശ്ശേരിയിലാണ് ആ കേസ് നടന്നതെന്നുള്ളൊരു വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആ കേസിൽ ഈ റിപ്പോർട്ട് കൊടുത്തു അദ്ദേഹം, ഈ കുട്ടിയാണെന്നും പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു 3 സ്ട്രൈപ്പാണ്, ഒരു ലേഡീസ് വാച്ച് പോലെയുള്ള ഒരു 3 സ്ട്രൈപ്പ് പോലെയുള്ള സാധനത്തിൽ വെച്ചിട്ട് ഒന്ന് കുട്ടിയുടെ, ഒന്ന് അമ്മയുടെ, ഒന്ന് ഈ പിതാവിൻ്റെ പിന്നെ 4ാമത്തെ ഒരു സ്ട്രൈപ്പ് വേറെ എടുത്തിട്ടുണ്ട്. ആ 4ാമത്തെ സ്ട്രൈപ്പിൽ എന്താ വെച്ചാൽ ഇതൊന്നും അല്ലാത്തൊരു ആളുടെ, ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്ത്. ഒന്നും അല്ലാത്ത ആൾ ഇന്നും തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ ഈ സ്ട്രൈപ്സിലുള്ള സാമ്യം നോക്കിയിട്ടാണ് ഈ അച്ഛനാണെന്ന് മനസ്സിലാക്കുന്നത്. അമ്മേൻ്റെ സ്ട്രൈപ്പിലുള്ളതും അച്ഛൻ്റെ സ്ട്രൈപ്പിലുള്ളതും കൂടിയിട്ട് വരുന്ന സ്ട്രൈപ്പ് ഈ കുട്ടിയിലുണ്ടെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ക്രോസ് ചെയ്തപ്പോൾ ചോദിച്ചു, ഇത് അങ്ങനെ സ്ട്രൈപ്പ് വന്നതുകൊണ്ട് മാത്രമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം തോന്നി. ലാൽജി സിംഗ്, ഡോക്ടർ ലാൽജി സിംഗ്. അദ്ദേഹം ഹൈദരാബാദിൽ CCMB എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, സെൻറ്റർ ഫോർ സെല്ലുലാർ മോളിക്കുലർ ബയോളജി. കണ്ടെത്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് ചെയ്യാൻ അഡ്രസ് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അഡ്രസ് കിട്ടുമല്ലോ, അതെങ്ങനെ അഡ്രസ് കണ്ടെത്തിയത്? അതും വലിയ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആരുടെ അഡ്രസ് കണ്ടെത്താം. അയാളെ ഫോട്ടോ വരയ്ക്കാൻ വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്യാൻ കിട്ടും. ഇപ്പൊ കിട്ടും, അന്ന് കിട്ടും. അത് ഞാൻ എങ്ങനെയാണ് സംഘടിപ്പിച്ചതെന്ന് ഇപ്പോൾ എനിക്കൊരു സംശയത്തിലാണ്. കാരണം വെച്ചാൽ ഈ CCMBയിലാണ് ഏറ്റവും അധികം ഇത് പരിശോധന നടത്തുന്നത്, ഈ ടെസ്റ്റ് നടത്തുന്നത് എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഈ HLA ടെസ്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞ ഹ്യൂമൻ ലുക്കോസൈറ്റിസ് ആൻറ്റിജൻ ടെസ്റ്റ്, അത് വെച്ചിട്ട് അവിടെ അന്വേഷിച്ചപ്പോൾ, ഈ CCMBയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ CCMBനെ പറ്റി തന്നെ അധികം ആൾക്ക് അറിയില്ല. കാരണം അത് ഹൈദരാബാദിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെയുള്ളൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ പണ്ട് പഠിച്ച ഒരാൾ. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് പിന്നെ മുഖാന്തരമാണ് ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ട്, ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ കിട്ടിയപ്പോൾ എനിക്ക് മോശമില്ലാത്ത തരത്തിൽ അദ്ദേഹം സംഗതിയൊക്കെ പറഞ്ഞു തന്നു. ഞാൻ പിന്നെ ഒരു 100% ടെസ്റ്റാന്നുള്ള തരത്തിലും ഞാനൊരു 100% ഉറപ്പാണെന്നുള്ള തരത്തിലാണ് ഞാൻ ടെസ്റ്റിലേക്ക് പോകുന്നത് തന്നെ. തുറന്നിട്ടില്ല, എന്നാലും കുറച്ച് എനിക്ക് തോന്നി അത് ശരിയല്ല പറഞ്ഞത്. ആ കേസ് പിന്നെ ഇവിടുന്ന് കുഞ്ഞിരാമനെ ഏൽപ്പിച്ചു. ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഏൽപ്പിക്കാനൊക്കെ ഞാനും കൂടി പോയിരുന്നു. പക്ഷേ അതിൽ പിന്നെ എന്തോ ഒരു വേണ്ടത്തൊരു ശ്രദ്ധ പിന്നെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് പിണറായി ഇദ്ദേഹത്തിനെതിരായിട്ട് കൊടുത്ത ജസ്റ്റിസ് സുകുമാരൻ സ്റ്റേറ്റ്മെൻറ്റിനെതിരായിട്ട് കൊടുത്തൊരു കേസുണ്ടല്ലോ, അതിൽ ഞാനും ബാലം വക്കീൽ ജലക്ഷ്മണനും ഇതുവരെ പോയായിരുന്നു. ആ കേസ് ഹൈക്കോർട്ടിലെത്തിയിരുന്നു. ഇവിടുന്ന് കംപ്ലയിൻറ്റ് ഫയലെടുത്തതിനെതിരായിട്ട് സുകുമാരൻ ഹൈക്കോർട്ടിൽ മൂവ് ചെയ്യും, ഹൈക്കോർട്ടിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. VSന് വേണ്ടി, പിണറായിക്ക് വേണ്ടി പിന്നെ ആരൊക്കെയാണ് താങ്കളുടെ പ്രമുഖരായ കക്ഷികളായിട്ട് വന്നിട്ടുള്ളത്? നീൽ ലോഹിദാസ് ഉണ്ടായിരുന്നു. പക്ഷേ നീൽ ലോഹിദാസ് എൻ്റെ സീനിയറായിട്ട് അവിടെ പഠിച്ചല്ലോ. പക്ഷേ നീൽ ലോഹിദാസിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് ഞാൻ പിന്നെ എനിക്ക് അത് വളരെ ടഫായിട്ടുള്ളൊരു കേസുമാണ്. പിന്നെ ഞാൻ ബാലം വക്കീലിനെ
താങ്കൾ നല്ല അച്ചടക്കമുള്ള ഒരു കക്ഷിയാണ് VS എന്ന് പറഞ്ഞു. പിണറായി എങ്ങനെ അച്ചടക്കമുള്ള കക്ഷിയായിരുന്നു കേസ് നടത്തുമ്പോൾ? കുഴപ്പമൊന്നുമില്ല. അല്ല, ഇതേപോലെ കൃത്യമായിട്ട് കേസിന് ഹാജരാകും, നമ്മൾ പറഞ്ഞ കൃത്യമായിട്ട് വരും. എങ്ങനെയാണ് ഈ സൗഹൃദങ്ങളൊക്കെ, പിണറായിക്കായിട്ടുള്ള സൗഹൃദങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്? പിണറായിക്ക് ഭയങ്കര കാർക്കശിക്കാരനാണെന്നൊക്കെയാണോ സാധാരണ? അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്തൊന്നും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് പെരുമാറുന്നത് അല്ലേ? ഈ തലശ്ശേരി കോടതിയിലെ ഒരു അരനൂറ്റാണ്ട് കാലത്തെ അനുഭവം താങ്കൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? കാരണം തലശ്ശേരി നമുക്ക് നീതിന്യായ രംഗത്ത് ഇന്ത്യയുടെ തന്നെ ഒരു ഹെഡ്ക്വാർട്ടറാണ്, ദക്ഷിണേന്ത്യ ഹെഡ്ക്വാർട്ടർ. അത്രയധികം ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്ന വലിയ ചരിത്രമുറങ്ങുന്ന 223 വർഷം. എങ്ങനെയാണ് താങ്കൾ ഒന്ന് വായിച്ചെടുക്കുക തലശ്ശേരിയിലെ കോടതി നടപടികളെക്കുറിച്ച്? ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ മുതൽ ഏതാണ്ടൊരു 10-25 വർഷക്കാലമൊക്കെ ആ ഒരു രീതിയിൽ തന്നെ പോയൊരു കോടതിയാണിത്. വളരെ ഏത് കോടതിയിൽ കയറുമ്പോഴും നമ്മൾ തൊഴുതിട്ട് അകത്ത് കയറുക, ഇറങ്ങിപ്പോകുമ്പോൾ തൊഴുതിട്ട് പുറത്തേക്ക് പോകാമെന്നൊക്കെയുള്ള ആ സമ്പ്രദായങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് സീനിയേഴ്സാണ്. അതൊക്കെ പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു ജൂനിയേഴ്സും തലമുറയായിരുന്നു ഒരു 10-25 വർഷത്തോളം കാലം കണ്ടത്. പിന്നീട് അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റം. കാലത്തിലുള്ള തെളിവെടുപ്പുകളുടെ സ്വഭാവമൊക്കെ എങ്ങനെയായിരുന്നു ആ കാലത്ത്? ഇപ്പൊ കുറെ ഹൈടെക് ആയ സാധനങ്ങൾ അന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഉത്തരം കൊണ്ടുവരണ്ടേ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മെറ്റീരിയൽ എവിഡൻസ് അന്ന് കുറവല്ലേ? ഇന്ന് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഡാറ്റ കിട്ടുന്നു, സയന്റിഫിക് ആയിട്ടുള്ള ഒത്തിരി എവിഡൻസ്. എവിടെ മൂവ് ചെയ്താലും തെളിവുകൾ നമ്മൾ ബാക്കിയാക്കിയിട്ട് പോവുക. ഇപ്പം ഞാൻ താങ്കളെ കാണാൻ വന്നു, ഇറങ്ങിപ്പോകുന്നു, താങ്കളായിട്ട് എത്രയും സംസാരിച്ചു എന്നെല്ലാം ഈ മൊബൈലിൽ ഉണ്ട്. നിങ്ങളെല്ലാം കാണുന്നു, നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വരെ ഈ മൊബൈൽ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് ആ കാലത്ത് ആ സാധനങ്ങളൊന്നുമില്ല. അപ്പം എങ്ങനെയായിരുന്നു ആ കേസിൻ്റെ നടത്തിപ്പ്? എങ്ങനെയായിരുന്നു? വെറും പുസ്തകങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാലമായിരുന്നു അത്. ഏതാണ്ട് ഞാൻ പറഞ്ഞ ഒരു 25 വർഷത്തോളം നമ്മൾ പുസ്തകങ്ങളിൽ കൂടി മാത്രമേ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ AI ഉണ്ട്, ബുക്ക്. ഇപ്പോൾ AI ആയിട്ട് ഞാനിപ്പോൾ ബുക്ക് മേടിച്ചു, 13,000 രൂപയാണ് കൊല്ലത്തിലെ സബ്സ്ക്രിപ്ഷൻ. AI ആണ്. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയും. ഉത്തരം ശരിയൊന്നുമല്ല, ശരിയായിട്ടുണ്ടെന്ന് ശരിയല്ല. എന്നാലും നമ്മൾ പണ്ടത് ആ കാര്യത്തിന് ചോദിക്കാൻ വേണ്ടി ആരുമില്ല. നമ്മളുടെ ഒരു സീനിയറിനോട് ചോദിക്കാമെന്നല്ലാതെ വേറെ ആരോട് ചോദിക്കാൻ പറ്റില്ല. സീനിയറോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഈ വിവരം സമ്പാദിക്കാനൊന്നൊരു സമ്പ്രദായം എനിക്കുണ്ടായിട്ടില്ല. ആകെ എനിക്ക് തോന്നുന്നു സംശയം ചോദിച്ചത് 1-2 പ്രാവശ്യം മാത്രമാണ്. അദ്ദേഹം തിരക്കിലായിരിക്കും, നല്ല ബിസിയാണ്. അദ്ദേഹത്തിന് ഉപദ്രവിക്കണമെന്ന് എനിക്ക് തോന്നാറില്ല. ഞാൻ തന്നെ നോക്കി എടുക്കലാണ്. പിന്നെ പുസ്തകങ്ങൾ വായിച്ചിട്ട് എടുക്കലാണ്. ഈ സെഷൻസ് കേസുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഓർമ്മയിൽ പ്രധാനപ്പെട്ട കേസുകൾ ഏതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ? കൊലക്കേസ് വരെ ഞാൻ നടത്തിയിട്ടുണ്ട്, പല കൊലക്കേസും നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരുടെ കേസുകൾ ഞാൻ ഒന്നിലും തന്നെ ഹാജരായിട്ടില്ല. രാഷ്ട്രീയ കേസുകളും എൻ്റെ അടുത്തില്ല. എന്തുകൊണ്ട് ഇത്രയും നേതാക്കളായിട്ട് സൗഹൃദം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കേസുകളിലേക്ക്? ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം സിവിലാണ് ഞാൻ കൂടുതൽ കൈകാര്യം. സിവിലും ലേബറുമാണ് ഞാൻ കൂടുതൽ കൈകാര്യം. സിവിലിൽ ഏറ്റവും നിർണായകമായ വിധികൾ ഏതെങ്കിലും ഓർമ്മയിൽ നിന്ന് പറയാനുണ്ടോ? താങ്കൾ ഹാജരായ കേസുകളിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിധി എന്ന് പറയാൻ മാത്രം അങ്ങനെ പറയാൻ ഓർമ്മയിൽ കിട്ടൂല. ആ കാലത്തുള്ള ജഡ്ജിമാരുടെ ആറളം ഫാമൊക്കെ ആ സമയത്ത് സെൻട്രൽ സ്റ്റേറ്റ് ഫാമായിരുന്നു. ആറളം ഫാമൊക്കെ നമ്മളെ ക്ലയൻസ് ആയിരുന്നു. അങ്ങനെ അവരുടെയൊക്കെ കുറേ ലേബർ കേസസ് കുറേ പോയി എന്നല്ലാതെ സിവിൽ കേസ് എന്ന് പറഞ്ഞുകൂടാ. അതിന് അന്ന് ആറളം ഫാം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടിയിട്ടുള്ളതാണ്. ആ കാലത്ത് അതിന് തിരുവനന്തപുരം വരെ പോയിട്ട് ഞാൻ കേസ് നടത്തി. ഈ കോടതിയുടെ ചരിത്രം ഓർക്കുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? തലശ്ശേരി കോടതിയുടെ ഒരു ചരിത്ര പശ്ചാത്തലമൊക്കെ താങ്കൾക്കുണ്ടല്ലോ, അറിയാം. ആ കാലവും ഇന്നത്തെ കാലവും ഈ പറഞ്ഞ അഭിഭാഷകരിലുണ്ടായ മാറ്റമൊക്കെ റെഡിയാണ്. ജുഡീഷ്യൽ ഓഫീസേഴ്സും ആ ഒരു ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു പണ്ടൊക്കെ ഉള്ളതിൽ എന്താ വെച്ചാൽ നമ്മളൊരു കേസ് നടത്തുമ്പോൾ ഒരു സഹായം ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ കൂടി ഉണ്ടാവും നമ്മളെന്ത് കേസ് നടത്തുമ്പോഴും. പിന്നെ ചില കേസുകളിൽ നമ്മളോട് വളരെ മോശം ആയിട്ടുള്ള കേസുകളാകുമ്പോൾ ചിലപ്പോൾ നമ്മളോട് അത്ര താല്പര്യം എടുക്കണമെന്നില്ല. എന്നാലും ആ ഒരു സൗഹൃദവും സഹായമൊന്നും പിന്നെ വന്ന തലമുറയിലെ ജഡ്ജസിന് കിട്ടിയിട്ടില്ല. പിന്നെ വന്ന തലമുറയിലെ ജഡ്ജസ് തന്നെ ഇതൊന്നും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. തെളിവെടുക്കുമ്പോഴാണ് എന്താണ് തെളിവെന്ന് വരെ നോക്കുന്ന ഒരു കാലത്തേക്ക് വന്നു. മറ്റേവർ അങ്ങനെ ആയിരുന്നില്ല. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്നവരായിരുന്നു. മനസ്സിലുണ്ടാവും. എല്ലാം ആർട്ടിഫിഷ്യലാണ്. എടുത്ത് 2 സാക്ഷി കഴിഞ്ഞാലാ തോന്നുക എന്തെങ്കിലും കേസ് നോക്കാൻ തന്നെ തോന്നുന്നത് 1-2 സാക്ഷി കഴിഞ്ഞതിന് ശേഷം മാത്രം. അതിപ്പോഴത്തെ പല ജുഡീഷ്യൽ ഓഫീസേഴ്സിനും അങ്ങനെയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.
ഇപ്പം ഈ ജുഡീഷ്യൽ രംഗത്ത് ഈ നിങ്ങളിപ്പം പണ്ടൊന്നും ഒരു ജസ്റ്റിസുമാർ അല്ലെങ്കിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാരൊന്നും റിട്ടയർ ചെയ്ത ജഡ്ജിമാരൊന്നും വേറെ പണിക്കൊന്നും പോയിരുന്നില്ല ഒരു കാലത്ത്. അവർ ജസ്റ്റിസ് എന്ന നിലയ്ക്ക് തന്നെ പ്രൗഢിയിൽ തന്നെ ജീവിച്ചു പോകുന്ന കാലമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഹൈക്കോടതി താഴെ തട്ട് മുതൽ അങ്ങ് മേലെ വരെ റിട്ടയർ ചെയ്ത പോസ്റ്റിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു കാലം താങ്കൾ കാണുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അത് സംസ്ഥാന ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യേണ്ടതിന് സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഞാനെങ്ങനെ സമീപിക്കുമെന്ന് ആലോചിക്കാൻ തുടങ്ങുന്നുണ്ട്. ഒരു റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഒരു 4 കൊല്ലം മുമ്പേ വരെ ആലോചിക്കും. അങ്ങനെ ഓരോരുത്തരോടടുത്ത് പോയിട്ട് അങ്ങനത്തെ പോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇനിയുള്ള 3 കൊല്ലം ജീവിക്കുന്ന ഒരുപാട് ജഡ്ജിമാരുണ്ട്, സുപ്രീം കോർട്ട് അടക്കം. അതിപ്പോൾ വല്ലാത്തൊരു മോശമൊരു സമ്പ്രദായമാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗവായി ഇപ്പോൾ പറഞ്ഞു, 2-3 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു അയാൾ, അതൊരു വളരെ മോശം ഏർപ്പാടാണെന്ന് പറഞ്ഞു. അത് ശരിക്കത് ഒരു വളരെ മോശം ഏർപ്പാടാണ്, ചെയ്യാൻ പാടില്ല. നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു കളങ്കമാണ് ശരിക്കും. അപ്പൊ ആ രീതിയിൽ ആഗ്രഹങ്ങൾ വെച്ച് പോകുമ്പോൾ പല വിധികളും മാറി മറിഞ്ഞു വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിന്ന് കൊടുത്തല്ലേ പറ്റും പോസ്റ്റുകൾ ഉറപ്പാക്കാൻ. ഓക്കെ, നീതിന്യായ രംഗത്ത് ജീവിതം, കുടുംബ ജീവിതം അതിൽ ഒന്നുണ്ട്. അതിൽ കേശവ അനന്ത ഭാരതി എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ കേസുണ്ട്. അതിനെപ്പറ്റി അന്ത്യാർജുന എന്ന് പറഞ്ഞൊരു വക്കീൽ, അതിൽ ഹാജരായ ഒരു വക്കീൽ എഴുതിയൊരു ബുക്കുണ്ട്. അത് രസകരമായിട്ട് ഈ ജഡ്ജിമാരുടെ ജീവിതവും രാഷ്ട്രീയക്കാരുടെ ജീവിതവും ഇന്ദിരാഗാന്ധി അടക്കമുള്ളവരുടെ ഈ കേസിലുള്ള ഇടപെടലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതോ അന്ന് എത്രയോ ഡീസൻ്റായിട്ടാണ് ഇടപെടൽ. ഇന്നതല്ല, അതാണ് വ്യത്യാസം, കാലത്തിൻ്റെ മാറ്റം. കാലം മാറി അല്ലേ? എങ്ങനെയാണ് കുടുംബജീവിതമൊക്കെ? ജീവിത പങ്കാളി എവിടെ നിന്നാണ് കണ്ടെത്തിയത്? എന്താണ് അവരുടെ പേര്? എൻ്റെ വീട്ടിൻ്റെ കൂത്തുറുമ്പ് കാര്യത്തിൽ തന്നെയാണ്. അവരുടെ പേര് പി രമ എന്നാണ്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് മാരേജാണ്. അവർ സ്റ്റേറ്റ് ബാങ്ക്, തലശ്ശേരി സ്റ്റേറ്റ് ബാങ്കിൽ ജീവനക്കാരിയായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. കുട്ടികൾ മൂത്താൾ മകൻ, അദ്ദേഹം അമേരിക്കയിൽ. എന്താ പേരെന്താണ് മകൻ്റെ? വിശ്രുത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണ്? എപ്പിക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഉണ്ട് അവിടെ, ഈ മാഡിസൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എപ്പിക് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്ഥാപനമാണ്. അതായത് അമേരിക്കയിൽ ഏതാണ്ട് 85% ഹോസ്പിറ്റൽസിൻ്റെ കമ്പ്യൂട്ടർ ഇവരാണ് നടത്തുന്നത്. അതിലൊരു എഞ്ചിനീയറാണ്, സീനിയറായിട്ടുള്ളൊരു എഞ്ചിനീയറാണ് ഇപ്പോൾ. അവൻ്റെ അവിടെ പോയതിന് ശേഷം, അവൻ്റെ ഭാര്യ അവിടെ പോയതിന് ശേഷം ഡോക്ടറേറ്റൊക്കെ എടുത്തു. അവളോട്. മകൻ്റെ പേരെന്താണ്? മകൻ്റെ പേര്, മകൻ്റെ ഭാര്യയുടെ പേര് പാർവതി. അവരെ എവിടെയാണ്? സെൻട്രൽ അടുത്താണ്, പള്ളിക്കുന്ന്. പിന്നെ രണ്ടാമത്തെ ആൾ മകളാണ്, അവൾ കാനഡയിലാണ്. പേരെന്താണ്? വർണ്ണ. എന്ത് ചെയ്യുന്നു കാനഡയിൽ? വർക്ക് ചെയ്യുന്നതാണ്. അതെ, രണ്ടുപേരും LLB എടുത്തിട്ടില്ല. ഇല്ല, രണ്ടാളും M.Tech ആണ്. അതെന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? മക്കളെ പറഞ്ഞാൽ അവിടെ MS എന്നാ പറയുന്നത്, M.Techന്. അല്ല, എന്തുകൊണ്ട് ഒരു പിതാവിന്റെ പാതയിലേക്ക് മക്കൾ? എൻ്റെ ജീവിതം വളരെ മോശമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിനകത്ത് മാത്രമല്ല എൻ്റെ ജീവിതം മുഴുവൻ. ഞാനിവിടുന്ന് 9 to 9 ആണ്. രാവിലെ 9 മുതൽ രാത്രി 9 വരെ. എത്ര ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു മൊത്തം? എനിക്ക് ഏതാണ്ട് എല്ലാ സമയത്തും ഒരു 13 മുതൽ 16 വരെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു. 13 മുതൽ 16 വരെ ജൂനിയേഴ്സ്. ആദ്യം ഒരു 2 തുടങ്ങിയതാണ്. അത് പിന്നെ കൂടി വന്നൊരു 13 എത്തും. പിന്നെ ഇരിക്കും 13 താണിട്ടില്ല. 13 ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു ജില്ലയിലെയും. എനിക്ക് എൻ്റെ 10-60 പേരുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് പോയവർ തന്നെ ഒരു 10-60 പേരുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ജീവിതം പോകുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ഈ നൂറ്റാണ്ട് കാലത്തെ നീതിന്യായ രംഗത്തുള്ള ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകാമായിരുന്നു വേറെ പ്രൊഫഷൻ ആണെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് തന്നെയാണ്. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഈ കുടുംബജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഇടപെടാൻ പറ്റാത്തൊരു വിഷമമുണ്ട് എന്നല്ലാതെ എല്ലാത്ത കാര്യത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. എനിക്ക് ഈ ഓഫീസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നമില്ല, ഞാൻ നോർമലാണ്. 9 മണിയായാലും 10 മണിയായാലും എനിക്ക് പിന്നെ അനാവശ്യമായിട്ടുള്ള കുറേ പുസ്തകങ്ങളും വായിക്കും. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ട് കുറേ പുസ്തകങ്ങളുണ്ട്. നിയമത്തിൻ്റെ തന്നെ അധികം ആൾ വായിക്കണം നിർബന്ധമില്ലാത്ത പുസ്തകങ്ങളുണ്ട്, അത് ഞാൻ വാങ്ങിക്കും. ഞാനിപ്പോൾ ഒരു പുസ്തകം അറിയുമെന്നറിയില്ല, നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറി വളരെ മോശമാണെന്നും ഇന്ത്യ ഗവൺമെൻറ് അമേരിക്കയിൽ ആർഗ്യൂ ചെയ്തു ഒരു കേസിൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറങ്ങിയിട്ട്. ഇന്ത്യൻ്റെ ജുഡീഷ്യറി വളരെ മോശമാണ്. ഇന്ത്യക്കാർ വക്കീലിനെ ആക്കിയിട്ട് ആർഗ്യൂ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനത്തെ പുസ്തകം ഉണ്ട് വന്നിട്ട്. ഞാനിപ്പോൾ അത് വായിച്ച് കുറച്ച്. അത് ഈ ഭോപ്പാൽ ഗ്യാസ് ദുരന്തം ഉണ്ടായില്ലേ, ആ ഗ്യാസ് ദുരന്തത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ആവശ്യം അമേരിക്കയിലാണ് കേസ് നടത്തേണ്ടതാണ്. അവരെ കമ്പനി അമേരിക്കയിലാണ്. കമ്പനീൻ്റെ ആവശ്യം ഇന്ത്യയിലാണ്. യൂണിയൻ കാർബൈഡാണ്. അപ്പം യൂണിയൻ കാർബൈഡിന് വേണ്ടി ഹാജരായ പൽക്കിവാല ഇന്ത്യയിൽ നല്ലൊരു ജുഡീഷ്യൽ സിസ്റ്റമാണെന്നും ഒരു പ്രശ്നമില്ല ഇവിടെ നടത്തുന്നതെന്നും ആർഗ്യൂ ചെയ്തു. അതിനെതിരായിട്ട് ഈ വിസ്കോൺസിനിലൊരു പ്രൊഫസറെ സാക്ഷിയായിട്ട് വിസ്തരിച്ചുകൊണ്ട്
ഇന്ത്യ ഗവൺമെൻറ് അവിടെ ആർഗ്യൂ ചെയ്തു ഇന്ത്യയിലെ മോശം സിസ്റ്റമാണ്, അതുകൊണ്ട് അവിടെ ഇത് ബ്രിട്ടീഷ് റൂൾ ഉണ്ടായിരുന്ന കാലത്തിൽ ഇപ്പോൾ തകരാറുകൾ ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് അവിടെ തന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ആർഗ്യൂ ചെയ്തു. പക്ഷെ അവിടുത്തെ ജഡ്ജി പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ തന്നെ നടത്തിക്കോന്ന് പറഞ്ഞു. നടത്തിക്കോന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കേസുകൾ മുഴുവൻ നടത്താനും ആ കേസ് നടത്താനുള്ള അധികാരം ഗവൺമെൻറ് മാത്രമാണെന്ന് പറഞ്ഞിട്ടൊരു നിയമം കൊണ്ടുവന്നു. വ്യക്തികൾക്ക് അധികാരം ഇല്ലാന്ന്. ഈ മരിച്ചവർക്കോ പരിക്കേറ്റവർക്കൊന്നും തന്നെ കേസ് നടത്താൻ പാടില്ല എന്നും അത് ഗവൺമെൻറ് മാത്രം സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ നടത്താവൂ എന്നും ഒരു നിയമം കൊണ്ടുവന്നു ഇന്ത്യയിൽ. അത് അധികാരം അത് നോക്കിയോന്നറിയില്ല. അങ്ങനെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തന്നെയാണ് പിന്നെ കേസ് നടത്തിയതും ഈ പിന്നെ കക്ഷികളായിട്ട് ചർച്ച ചെയ്തു എല്ലാം നഷ്ടപരിഹാരം കൊടുത്തിരുന്നു. ചെറിയ പൈസക്ക് സെറ്റിൽ. നമ്മുടെ സമയം തീരുകയാണ്. ഈ നീതിന്യായ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞു പോയ ഒരു എപ്പിസോഡിലും 2 എപ്പിസോഡിലും തീരൂല, അത്രയേറെ പറയാനുണ്ട്. പക്ഷെ ചെറിയ ഒരു യാത്ര ഒരു നീതിന്യായ സംവിധാനത്തിലൂടെയുള്ള അരനൂറ്റാണ്ട് കാലത്തെ ജീവിതത്തിലൂടെ കടന്നു പോകണം. അപ്പോൾ നമുക്കത് നൽകുന്ന കുറേ സന്ദേശങ്ങളുണ്ട്. പഴയ കാലത്ത് കേസുകൾ നടത്തുമ്പോൾ ഉണ്ടായ പ്രതിസന്ധികൾ ചെറുതല്ല. ഇന്ന് വളരെ എളുപ്പമാണ്. ഇന്ന് നമ്മൾ എവിടെ മൂവ് ചെയ്താലും എന്ത് ചെയ്താലും മെക്കാനിക്കൽ നല്ല സോളിഡായിട്ടുള്ള എവിഡൻസ്, ശാസ്ത്രീയമായ തെളിവുകൾ സ്വരൂപിക്കാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. കാരണം ലോകം അത്ര വളർന്നു. ഒരു മനുഷ്യൻ മൂവ് ചെയ്താൽ എല്ലാം റെക്കോർഡാണ്. എവിടെ പോയാലും എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും റെക്കോർഡാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ആ കാലത്ത് തുടങ്ങിയവരാണിവർ. ഇവരുടെ ജീവിതം നമുക്ക് പുതിയ തലമുറയ്ക്ക് ഒരു പാഠമാണ്, ഒരു പാഠപുസ്തകമാണ്. പ്രേക്ഷകർക്ക് മുന്നിലേക്ക് OG എന്ന ഈ 2 അക്ഷരമുള്ള അഭിഭാഷകനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സക്സസ് സ്റ്റോറി അവതരിപ്പിക്കുകയാണ്. പ്രേക്ഷകർ അത് പഠിക്കുക, കാണുക. പ്രേക്ഷകർക്കും ഒപ്പം OGക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.